അവസാന ദിവസത്തെ ഗ്രന്ഥത്തിലെ അവസാന സെഷൻ പ്രണയം ജീവിതത്തിലും എഴുത്തിലും. പങ്കെടുക്കുന്നവർ ബെന്യാമിൻ, സജയ് കെ വി, എൻ എ നസീർ, ഡോക്ടർ സൗമ്യ സരൻ, മോഡറേറ്റർ ഷാഹിന കെ റഫീഖ്. എല്ലാവർക്കും നമസ്കാരം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും അതേസമയം ഇത്തിരി ട്രിക്കി ആയിട്ടുള്ളൊരു വിഷയമാണ്. എൻ്റെ കൂടെ ഇരിക്കുന്നവർ 3 വ്യത്യസ്തമായ ജോലികളിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ താല്പര്യങ്ങളുള്ള വ്യക്തികളുമാണ്. അപ്പോൾ പ്രണയം എഴുത്തിലും ജീവിതത്തിലും എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ഇപ്പോൾ പ്രണയം എന്ന് പറയുമ്പം ഏത് കാലത്തും നമുക്ക് വായിക്കാനാണെങ്കിലും കേൾക്കാനാണെങ്കിലും സിനിമകളിൽ കാണാനും ഒക്കെ അത്രയും താല്പര്യമുള്ള വിഷയമാണ്. എന്നാൽ അതേസമയം മലയാളത്തിൽ അത്രയധികം പ്രണയ കഥകളോ എഴുത്തുകളോ വന്നിട്ടുണ്ടോ ഒരു സംശയമുണ്ട്. ഇപ്പോൾ പ്രണയം പറയുമ്പോൾ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, കാരണമൊന്നുമില്ല, പരിഭ്രമിക്കാനൊന്നുമില്ല, വഴിയിൽ തടഞ്ഞു നിർത്തില്ല, പ്രേമലേഖനം എഴുതി. ഈ വരി ഞാൻ വായിച്ചു തുടങ്ങുമ്പോഴേ എല്ലാവർക്കും അറിയാം ഇത് ഏതിൽ നിന്നാണ്. നിങ്ങൾ അവിടെ ഇരുന്ന് അത് ബൈഹാർട്ടായിട്ട് പറയും, കാരണം അത് എത്രയോ കാലം മുൻപ് വന്നാണ്. പക്ഷേ മലയാളികൾ ഒരു വികാരം പോലെ ടിയെ നമ്മൾ എങ്ങനെ എത്രത്തോളം സ്നേഹിച്ചോ കൊണ്ടു നടന്നോ അതുപോലെ അത്രയും സ്നേഹത്തോടെ നമ്മൾ മഞ്ഞ് എന്നുള്ള ഈ കൃതി, ഇത് ഞാൻ ഏതിൽ നിന്നാണെന്നും പറയേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്കതിൻ്റെ ബാക്കി പറയാൻ പറ്റും. അപ്പം നമ്മളോട് അത്രയും അടുത്ത് നിൽക്കുന്ന ഈ വരികൾ നമ്മളെയൊക്കെ എവിടെയൊക്കെയോ നമ്മുടെ ആത്മാവിൽ സ്പർശിക്കുന്നതാണ്. അതാണ് പ്രണയത്തിൻ്റെ ഒരു ഭംഗിയും ശക്തിയും എന്ന് പറയാം. ഇപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ ചോദ്യം ബെന്യാമിനിൽ തുടങ്ങുകയാണ്. അതായത് ഇപ്പം അവസാനമായിട്ട് എഴുതിയ, അവസാനം നാർത്ഥത്തിലല്ലോ കേട്ടോ, ലാസ്റ്റ് പബ്ലിഷ് ചെയ്ത് വന്ന് മൾബറി എന്ന നോവൽ എഴുതുമ്പോൾ അത് സത്യത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ ഭയങ്കര ട്രിക്കിയാണ്. ജീവിച്ചിരുന്ന നമുക്കെല്ലാവർക്കും അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ അത്രയും ഇഷ്ടത്തോടെ സ്നേഹത്തോടെ കാണുകയും അസോഷ്യേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ പബ്ലിഷിംഗ് എന്നുള്ള ഒരു കാര്യത്തെ ഒരു വേറിട്ട നിലയിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്ത മൾവി നടത്തുന്ന ഷെൽവിയെക്കുറിച്ചാണ്. ഷെൽവിയും ഡെയ്സിയും തമ്മിലുള്ളൊരു പ്രണയം, അതിൻ്റെ ഒരു ബേസ് എന്ന് പറയാം. അപ്പം മൾബറി എന്ന നോവൽ എഴുതുമ്പോൾ ഇത് ജീവിച്ചിരുന്ന, ഡെയ്സി ഇപ്പോഴും ഉണ്ട്, യഥാർത്ഥത്തിൽ നടന്ന ഒരു പ്രണയം. അതിൽ എഴുത്തുകാരൻ്റെ ഭാവനയും കാര്യങ്ങളും കൂടിയിട്ടുണ്ട്. പക്ഷെ അതിൽ വലിയൊരു നമ്മൾ പറയുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അവരെ പരിചയമുള്ള ഒരുപാട് പേരുണ്ട്. ആ എഴുത്ത്, അതായത് ഈ പ്രണയത്തെ, ശരിക്കുമുള്ള ഒരു പ്രണയത്തെ എഴുത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് എന്ന് മാത്രമല്ല, അതിൽ എന്തൊക്കെയും ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ ചില രസങ്ങളും ഉണ്ട്. അപ്പം ഭാവനയും യാഥാർത്ഥ്യവും കൂട്ടി കലർത്തിയിട്ടുള്ള ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. സ്വന്തം പ്രണയത്തെക്കുറിച്ച് പറയാൻ കുറിപ്പെഴുതിക്കൊണ്ട് വന്ന എഴുത്തുകാരനാണ് ഞാൻ. നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ കോപ്പി കൊണ്ടുപോകുന്നത് പോലെയാണ് സ്വന്തം ജീവിതത്തിലെയും എഴുത്തിലെയും പ്രണയത്തെക്കുറിച്ച് പറയാൻ നോട്ടുകളൊക്കെ തയ്യാറാക്കിക്കൊണ്ട് വന്നത്. പക്ഷേ നമ്മൾ പഠിച്ചിട്ട് പോയ ചോദ്യമല്ല പരീക്ഷയ്ക്ക് വന്നത് എന്ന് പറയുന്ന പോലെ ഞാൻ കുറിച്ചു വച്ച കാര്യമല്ല ചോദിച്ചത്. ഞാൻ ഇങ്ങോട്ട് കയറുമ്പോൾ സജയ് പറയുകയായിരുന്നു, 50 വയസ്സും 60 വയസ്സുമായ കിളവന്മാരുടെ പ്രണയത്തെക്കുറിച്ചാണല്ലോ നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കേണ്ടത്. നല്ല ചെറുപ്പക്കാരായ ധാരാളം ആളുകൾ നല്ല പ്രണയം പറയാൻ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും നമ്മളെയാണല്ലോ ഇത് തിരഞ്ഞെടുത്തത് എന്ന്. പ്രണയം ജീവിതത്തിൻ്റെ ഒരു വലിയ ഊർജമായിട്ടാണ് എനിക്ക് എല്ലാ കാലത്തും തോന്നിയിട്ടുള്ളത്. പ്രണയമില്ലാത്ത മനുഷ്യർ വല്ലാതെ വരണ്ടവരാണ് എന്നും പ്രണയമില്ലാത്തവർ ഏതുതരം ദുഷ്കർമ്മങ്ങൾക്കും കൂട്ടുനിൽക്കുന്നവരാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രണയം വല്ലാതെ നമ്മളെ അലിയിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മളുടെ ഉള്ളിലുള്ള ദുഷ്ടവാസനകളെ അലിയിച്ച് കളയിക്കുന്ന ഒന്നായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ രചനയിലുടനീളം നിങ്ങൾക്ക് പ്രണയത്തിൻ്റെ പല വിധത്തിലുള്ള സാന്നിധ്യങ്ങളുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അതിനെക്കുറിച്ച് മറ്റ്
ചോദ്യങ്ങളുടെ അകമ്പടിയായി ഞാൻ ഓരോന്നായി ഓരോ പുസ്തകത്തിലെയും പ്രണയത്തെക്കുറിച്ച് പറയാമെന്ന് കരുതുന്നുണ്ട്. ഇപ്പോൾ ചോദിച്ചത് ഏറ്റവും പുതിയതായി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന മൾബറി എന്ന നോവലിലെ പ്രണയ സങ്കല്പത്തെക്കുറിച്ചാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന, അതിലൊരാൾ എപ്പോഴും ജീവിച്ചിരിക്കുന്ന രണ്ടുപേരുടെ പ്രണയം. സത്യത്തിൽ ആ പ്രണയം കേരളത്തിൽ പുതിയ തലമുറയ്ക്ക് അറിയില്ല എങ്കിൽ പോലും കോഴിക്കോട് അല്ലെങ്കിൽ സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും അറിയാവുന്ന പ്രണയങ്ങളിൽ ഒന്നായിരുന്നു ഷെൽവിയും ഡെയ്സിയും തമ്മിലുണ്ടായിരുന്ന പ്രണയം എന്ന് പറയുന്നത്. മറ്റ് വ്യവസ്ഥാപിത രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ദിവസം ഷെൽവി കോളേജിലേക്ക് ചെന്ന് ഡെയ്സിയെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് കോഴിക്കോട് മിഠായി തെരുവിലുള്ള ആര്യഭവൻ്റെ അപ്പുറത്തെ ഹോട്ടലിൽ താമസം തുടങ്ങുകയും അവർ ജീവിതം തുടങ്ങുകയുമായിരുന്നു. അപ്പം സിമോൺ ദി ബുവായും സാർത്തും തമ്മിൽ ഒന്നിച്ച് ജീവിച്ചതുപോലെ നമ്മൾ കെട്ടുപാടുകളൊന്നുമില്ലാതെ ജീവിക്കാൻ തുടങ്ങുന്നുവെന്ന്, അല്ലെങ്കിൽ ആ നോവലിൽ പറയുന്നത് പോലെ നിക്കോസ് കസൻസാക്കിസും അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ ഗലാറ്റിയും തമ്മിൽ ജീവിച്ചു തുടങ്ങുന്നത് പോലെ ഒരു ജീവിതം ഈ നഗരത്തിൽ പ്രണയിച്ച് ജീവിച്ചു തുടങ്ങിയ രണ്ടു പേരാണ്. 80കളുടെ തുടക്കത്തിലാണ്, 85-ലാണ് അത് ആ പ്രണയം നടക്കുന്നത്. അന്നുപോലും ഇത്തരത്തിൽ യാതൊരു ഒരു കല്യാണ രജിസ്റ്റർ പോലും ചെയ്യാതെ രണ്ടുപേർ ജീവിച്ച് തുടങ്ങിയ ചരിത്രമുള്ള നഗരത്തിൽ നിന്നിരുന്നു കൊണ്ടാണ് നമ്മൾ ഈ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നാണ്. പുതിയ കാലത്ത് അതിന് സാധ്യമാകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ അതിന് 55-ൽ നിന്ന് 2025-ലെത്തുമ്പോൾ പ്രണയ സങ്കല്പങ്ങൾ എത്രത്തോളം വളർന്നിട്ടുണ്ട്, ആ പ്രണയം എന്ന് പറയുന്ന അവസ്ഥയുടെ എന്തെല്ലാം തരത്തിലുള്ള രീതികളിലേക്ക് നമ്മൾ വളർന്നു പോയിട്ടുണ്ട്. ഇപ്പം ഏറ്റവും പുതിയ കാലത്ത് ബെസ്റ്റി എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രണയം പോലും നമ്മളുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ട്. അത് പ്രണയമാണോ സൗഹൃദമാണോ എന്താണോ എന്ന് ഞങ്ങൾ പ്രായമായവർക്ക് തിരിച്ചറിയാനാവാത്ത തരത്തിലുള്ള പല തരത്തിലുള്ള ഇഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഷെൽവിയെക്കുറിച്ച് എഴുതുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ള കഥകളിൽ നിന്നാണ് ആ പ്രണയം ധാരാളമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ അതിനകമ്പടിയായി ഞാൻ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നിക്കോസ് കസൻസാക്കിസിൻ്റെ പ്രണയത്തെ ഉപയോഗിക്കുക എന്നാണ്. കാരണം നിക്കോസ് കസൻസാക്കിസ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എഴുതിയിട്ടുള്ള, പ്രണയിനിക്ക് എഴുതിയിട്ടുള്ള, പിന്നീട് രണ്ടാം ഭാര്യയായി കടന്നു വരുന്നുള്ള എലീനയ്ക്ക് എഴുതിയിട്ടുള്ള ധാരാളം കത്തുകളുടെ ഒരു വലിയ കളക്ഷൻ നമുക്ക് കിട്ടാൻ ഉണ്ട്. അപ്പോൾ ഷെൽവിയുടെ പ്രണയം പറയുന്നതിന് വേണ്ടി നിക്കോസ് കസൻസാക്കിസിനെയാണ് ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ വരികളാണ്. പിന്നെ ഈ പ്രണയത്തിലെ ഡെയ്സി ജീവിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് ഞാൻ ഡെയ്സിയോട് സംസാരിച്ചിട്ടുണ്ട്, അവരുടെ പ്രണയത്തെക്കുറിച്ച് അവരിൽ നിന്ന് തന്നെ ചോദിച്ച് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോലും അവരങ്ങനെയാണോ, ഇപ്പോൾ ഈ നോവലിൽ എഴുതിയതുപോലെയാണോ പ്രണയിച്ചത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അല്ല എന്നൊരു എഴുത്തുകാരന് പറയേണ്ടി വരും. എല്ലാ എഴുത്തും അങ്ങനെയാണ്. നമ്മൾ കാണുന്ന പ്രോട്ടോടൈപ്പിൽ നിന്ന്, അല്ലെങ്കിൽ കാണുന്ന ആ രൂപത്തിൽ നിന്ന് അയാളുടേതായ ചില സങ്കല്പങ്ങളും രൂപങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി അതിനകത്ത് ഭാവനാത്മകമായ ചില കാര്യങ്ങൾ കൂടി ചേർത്തിട്ടാണ് പ്രണയത്തെയും ജീവിതത്തെയും എന്തിനേയും പറയുന്നത്. അല്ലെങ്കിൽ അത് വെറും ഒരു ജീവിതമായി പോകും. ഇപ്പോൾ ഇവർ കോഴിക്കോട് ഗവൺമെൻറ് മാനാഞ്ചിറ അല്ല അവിടെ കോളേജിൽ വെച്ച് കണ്ടുമുട്ടി എന്ന് പറയുന്നത് ശരിയായിരിക്കും. അല്ല, കണ്ടുമുട്ടുന്ന സന്ദർഭം ഡെയ്സി കലാകൗമുദിയിൽ എഴുതിയ ഒരു കവിതയുമായി ഷെൽവി കാണാൻ ചെല്ലുന്നതാണെന്ന് ഒഴിച്ചാൽ അതിനകത്ത് ധാരാളം കത്തുകളുണ്ട്, അവരുടെ പ്രണയത്തെക്കുറിച്ചുള്ള വിചാരങ്ങളുണ്ട്. അതെല്ലാം എഴുത്തുകാരൻ്റേതായ ചില സങ്കല്പങ്ങൾ കൂടി ചേർത്തുകൊണ്ടാണ്. അപ്പം ഞാൻ ഇന്നോളം അനുഭവിച്ചിട്ടുള്ള പ്രണയത്തിൻ്റെ അവസ്ഥകൾ, ഞാൻ കണ്ടിട്ടുള്ള അവസ്ഥകൾ, മറ്റു പലരും എങ്ങനെയാണ് പ്രണയിക്കുന്നത് എന്ന് കണ്ടിട്ടുള്ള അവസ്ഥകൾ, എനിക്ക് ചെറുപ്പകാലത്ത് പ്രണയിക്കാൻ അവസരമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും എൻ്റെ പല കൂട്ടുകാർക്കും പ്രണയലേഖനങ്ങൾ എഴുതി കൊടുത്ത് സാഹിത്യത്തിലേക്ക് വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ പല കൂട്ടുകാരും ആശയം പറഞ്ഞു തരും, ഇന്നതാണ് എൻ്റെ കൂട്ടുകാർക്ക് എഴുതേണ്ടത് എന്ന്. അപ്പോൾ ഞാനാണത് എഴുതുന്നത്. എൻ്റെ കയ്യക്ഷരത്തിലൂടെ അവരൊക്കെ പ്രണയിക്കുകയും അവർ ജീവിതം തേടിപ്പോവുകയും ഞാൻ എഴുത്തുകാരനായി തീരുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു കൗതുകം കൂടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എഴുതുന്ന ഇതിൽ നമ്മളുടേതായ പ്രണയങ്ങൾ, നമ്മൾ കണ്ടിട്ടുള്ള പ്രണയങ്ങളോട് കൂടി നമ്മളുടെ ചുറ്റുമുള്ള പ്രണയങ്ങൾ, നമ്മളുടേതായി തീരണമെന്ന് വിചാരിക്കുന്ന പ്രണയങ്ങൾ, എനിക്കിങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നെങ്കിലോ എന്ന തോന്നൽ, ഇങ്ങനെയൊക്കെയാണ് എഴുത്തിലേക്ക് വരുന്നത് എന്ന് ആദ്യം പറയാം. മറ്റു കാര്യങ്ങൾ തുടർന്ന്
മറ്റുള്ള സംസാരത്തിൽ സംസാരിക്കാമെന്ന് കരുതുകയാണ്. ബെന്യാമിനും സജയും ഒക്കെ ഇരുന്നിട്ട് നമ്മൾ വയസ്സന്മാരാണോ അത് പറയണ്ടേന്ന് ചോദിക്കുമ്പോൾ കേൾക്കുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം സജയ് അധ്യാപകനും കൂടിയാണ്. അപ്പോൾ അതായത് ഈ നമ്മുടെ ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ള ഒരു ക്രൗഡിനെയാണ് ദിവസവും കാണുന്നത്. അതിന് മാറ്റങ്ങളില്ല. നിങ്ങൾ അധ്യാപകനായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം ഈ കുട്ടികളായിട്ടാണ്. ഇപ്പം ബെന്യാമിൻ പറഞ്ഞു ബന്ധങ്ങളിൽ മാറ്റം ഉണ്ടാവും. എല്ലാ കാലത്തും എല്ലാ കാര്യങ്ങളിലും മാറ്റം ഉണ്ടാവും. ഞാൻ നേരത്തെ ഒരു സെഷനിൽ പറഞ്ഞിരുന്നു, അതായത് മുമ്പൊരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 20-30 വയസ്സ് വ്യത്യാസമുണ്ടാവും. ഇപ്പോൾ ഒരു 5 വർഷം തന്നെ നമുക്ക് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയാം. നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇവരുടെ ഭാഷയും അവരുടെ രീതികളും എന്നും പറയും. അപ്പം നമ്മൾ ഈ പറയുന്നപ്പോൾ നമ്മുടെ കാലത്തെ പ്രണയം, ഇപ്പോൾ ബെന്യാമിൻ കത്തെഴുതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് സങ്കല്പിക്കാൻ പോലും ആവുന്നുണ്ടാവില്ല. കാരണം അവർക്ക് എളുപ്പമാണ് ഫോണുള്ളത് കൊണ്ട്. അങ്ങനെയുള്ള ഡീപ്പായിട്ടുള്ള പ്രണയം എന്ന് നമ്മൾ പറയുന്നതിൽ നിന്ന് ഇപ്പോൾ സിറ്റുവേഷൻഷിപ്പ്, അതും കഴിഞ്ഞ് നാനോഷിപ്പ് എന്നൊക്കെ കേട്ടു. ആ ഒരു മൊമെൻറ്റിലുള്ള ഒരിത്. അപ്പം ഈ കുട്ടികളോട് സംവദിക്കുമ്പോൾ എല്ലാ ദിവസവും കാണുമ്പോൾ ഈ പറയുന്ന പ്രണയത്തിന് ശരിക്കും എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്? അധ്യാപകൻ്റെ പ്രണയം എന്നുള്ളതാണ് വിഷയം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നിപ്പോൾ ഇവിടെ 3ാമതൊരു സെഷനിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. ആ 2 സെഷനുകളിലും ഞാൻ മോഡറേറ്ററായിരുന്നു. ഇപ്പോൾ സ്പീക്കറാണ്. അപ്പോൾ എഴുത്തുകാരനായ എന്നേക്കാൾ മികച്ച ഒരാളാണ് എന്നിലെ കാമുകൻ എന്നതിനാലാവാം ഇത്തരത്തിലൊരു മാറ്റം എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രണയം ഒരുപക്ഷെ ആർട്ട് ഇമിറ്റേറ്റ്സ് ലൈഫ് എന്ന് പറയാറുണ്ടല്ലോ. കല ജീവിതത്തെ അനുകരിക്കുന്നു. പക്ഷെ കലയെ ജീവിതം അനുകരിക്കുന്ന ഒരു സന്ദർഭമുണ്ടെങ്കിൽ അത് പ്രണയത്തിൻ്റെ കാര്യത്തിലാണ്. നമ്മൾ പ്രണയികളാവുന്നത്, എല്ലാ കാലത്തും പ്രണയികൾ സംഭവിക്കുന്നത് അവർ വായിച്ച പ്രണയ കഥകളിൽ നിന്നും പ്രണയ സിനിമകളിൽ നിന്നും പ്രണയ കവിതകളിൽ നിന്നും ആണ്. പ്രണയം നമ്മൾ കണ്ടെത്തുന്നത് പുസ്തകങ്ങളിലാണ്, എഴുത്തിലാണ്, സാഹിത്യത്തിലാണ്, പ്രത്യേകിച്ച് കവിതയിലാണ്. ആ കവിത അന്വേഷിച്ച് നമ്മൾ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ അതിന് അനുഗുണയായ ഒരു പെൺകുട്ടിയെ, ഒരു ആൺകുട്ടിയെ കണ്ടുമുട്ടുമ്പോൾ സംഭവിക്കുന്ന ഒരു നക്ഷത്ര വിസ്മയത്തിൻ്റെ പേരാണ്, ഒരു നക്ഷത്ര നിമിഷത്തിൻ്റെ പേരാണ് പ്രണയം എന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും എഴുത്തിലെ പ്രണയം ജീവിതത്തിലെ പ്രണയത്തോട് കിടനിൽക്കാതെ പരാജയപ്പെടുകയും ചെയ്യുന്നത്. ജീവിതത്തിലെ പ്രണയം എഴുത്തിലെ പ്രണയത്തിൻ്റെ അത്ര വരുന്നില്ല, അത്ര തിളക്കമില്ല, അതിന് അത്ര സൗന്ദര്യമില്ല, സൗരഭ്യമില്ല എന്ന് തോന്നാനുള്ള കാരണം ഒന്ന് ഭാവനാത്മകമാണ്, സൗന്ദര്യാത്മകമാണ്, കാൽപ്പനികമാണ്. ജീവിതത്തിലേക്ക് അതിനെ പരാവർത്തനം ചെയ്ത് പലരും പരാജയപ്പെടുന്നു എന്നതാണ് വാസ്തവം. പക്ഷേ ഇവിടെ ബെന്യാമിൻ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ്സ് എന്ന് പറയുന്നത് പ്രണയമാണ്. അത് ദാമ്പത്യ പ്രണയമായും തുടരാവുന്നതേ ഉള്ളൂ, തുടരേണ്ടതും ആണ്. ഇവിടെ ഈ സെഷനിൽ എൻ്റെ മുന്നിൽ എൻ്റെ ഭാര്യ ഉണ്ടാവണം, എൻ്റെ പ്രായപൂർത്തിയായ പെൺമക്കൾ ഉണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. കാരണം എൻ്റെ പ്രണയത്തെപ്പറ്റി അവരൊന്നും അറിയണ്ടേ. ഒരിക്കൽ പ്രണയിയായിരുന്ന ഒരച്ഛനെപ്പറ്റി എൻ്റെ മക്കളും അറിയണം എന്നതിനാലാണ് അവരെ ഞാൻ ഇവിടെ കടത്തിയിരുത്തിയത്. കവിതയിലെ സാഹിത്യത്തിലെ പ്രണയത്തെപ്പറ്റി ആണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഒറ്റ വരി മാത്രം പറയാൻ തൽക്കാലം. താൻ പ്രണയിയായ മുഹൂർത്തത്തെപ്പറ്റി വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കലിലെ നായകൻ പറയും, കൂകിയൻ ഗളനാളിയിൽ ശാഖി തൊട്ടിഴും കോകിലമെല്ലാം. കൂകിയൻ ഗളനാളിയിൽ ആദിശാഖി തൊട്ടിഴും കോകിലമെല്ലാം. ഭൂമിയിലെ മുഴുവൻ കുയിലുകളും എൻ്റെ തൊണ്ടയിലിരുന്ന് കൂകാൻ തുടങ്ങിയ ആ നിമിഷത്തിൽ, ആ മുഹൂർത്തത്തിൽ, പ്രണയ മുഹൂർത്തത്തിൽ എന്നതുപോലെയാണ്. ഒരിക്കലെങ്കിലും കാമുകനായിട്ടില്ലാത്ത, കാമുകിയായിട്ടില്ലാത്ത ഒരുവളുടെ ജീവിതം എന്തിനു കൊള്ളാം എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യത്തിൽ അവർ പ്രണയിക്കുന്നുണ്ടാവും, അത് നൈമിഷികമായിരിക്കും. അതിൽ തെറ്റു പറയാനാവില്ല, കാരണം പ്രണയം നൈമിഷികമാണ്. പ്രണയം നിമിഷങ്ങളിലാണ്, അല്ലാതെ വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു പ്രണയം. ഇപ്പം മഹാഭാരതത്തിൽ പറയും, കജൻ ദേവയാനി കജനെ 500 വർഷം പ്രണയിച്ചു എന്ന് പറയും. ഭയങ്കര കഷ്ടപ്പാടായിരിക്കും അത്. മറിച്ച് ഡോസ്റ്റോസ്കിയുടെ മിഥ്യ ഗ്രൂഷങ്കയെ പറ്റി പറയും, അവൾ എന്നെ 1 മണിക്കൂർ പ്രണയിച്ചു. അങ്ങനെ ഒരു മഴ പെയ്തു തോരുന്ന അത്രയും ദൈർഘ്യമുള്ള ഒരു പ്രണയം. അങ്ങനെയാണ് പ്രണയം സംഭവിക്കുക. 2 പ്രണയികൾക്കിടയിൽ പോലും, 2 ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ പോലും മണിക്കൂറുകളുടെ നീളമുള്ള, നിമിഷങ്ങളുടെ ആയുസ്സുള്ള പ്രണയമാണ് സംഭവിക്കുക. അവർ പ്രണയിച്ചുകൊണ്ടിരുന്നു എന്ന് പറയാനാവില്ല ഒരായുഷ്കാലം മുഴുവൻ. അതുകൊണ്ട് പ്രണയം നൈമിഷികമാണ്. അത് പുതിയ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും പഴയ കവിതാക്കളുടെ, കാമുകന്മാരുടെ, രമണൻ്റെയും ചന്ദ്രികയുടെയും ലീലയുടെയും മദൻ്റെയും റോമിയോയുടെയും ജൂലിയറ്റിൻ്റെയും കാര്യത്തിലായാലും
റോമിയോ ജൂലിയറ്റിനെ പ്രണയിച്ച ഒരു നിമിഷമായിരിക്കും, അല്ലെങ്കിൽ ഏതാനും നിമിഷങ്ങളിലായിരിക്കും. തുല്യ തീവ്രതയോടുകൂടി എല്ലായ്പ്പോഴും പരസ്പരം പ്രണയിച്ചുകൊണ്ടിരിക്കാൻ, ഹൈ വോൾട്ടേജ് പ്രണയം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കാൻ, സ്വന്തം മനസ്സിലൂടെ ഒഴുക്കിക്കൊണ്ടിരിക്കാൻ ആർക്കുമാവില്ല. അതുകൊണ്ട് പുതിയ കുട്ടികളുടെ നൈമിഷിക പ്രണയത്തെ അങ്ങനെ തള്ളിപ്പറയാനൊന്നും ആവില്ല. നിമിഷത്തിൻ്റെ ആയുസ്സുള്ള ഒരു പൂമ്പാറ്റയുടെ ചിത്രശലഭത്തിൻ്റെ അത്തരമൊരു വികാരത്തിൻ്റെ പേരാണ് പ്രണയം. അപ്പോൾ എനിക്ക് നിന്നോട് പ്രണയം തോന്നുന്നു ഈ നിമിഷമെന്ന് പറയാം. അത് ഒരു ആയുഷ്കാല കരാറൊന്നുമല്ല. അതിനർത്ഥം പ്രണയം അവസാനിച്ചു എന്നുമല്ല. ആ പ്രണയത്തിൻ്റെ തീവ്രതയിൽ വ്യത്യാസം വരാം, വിധാനഭേദം ഉണ്ടാകാം, ഇൻറ്റൻസിറ്റിയിൽ വ്യത്യാസം വരാം. അതില്ലാതെയാവുന്നില്ല. പ്രണയി ഒരിക്കലും മരിക്കുന്നില്ല എന്നാണല്ലോ. അത് MT വാസുദേവൻ നായരുടെ ഒരു വാക്യമാണ്. ബഷീറിൻ്റെ അനുരാഗത്തിൻ്റെ ദിനങ്ങൾ ആദ്യം വായിച്ച് കേട്ട ഒരാൾ MT ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പേര് കാമുകൻ്റെ ഡയറി എന്നായിരുന്നു. പേര് മാറ്റിയതും MT ആണ്. ആ പുസ്തകത്തിന് അപ്പോൾ ആ കയ്യെഴുത്ത് പ്രതി താൻ തന്നെ എഴുതിയ ആ മാനുസ്ക്രിപ്റ്റ് വായിച്ച് ബഷീർ കരഞ്ഞു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ വായനയെല്ലാം കഴിഞ്ഞിട്ട് തിരക്കിട്ട് പുസ്തകം ഇറങ്ങിയ ദിവസം നേരത്തെ വീട്ടിൽ പോയി, ഇന്ന് ദേവിയുടെ കത്ത് വരും, നോക്കട്ടെ. ദേവി എന്ന് പറഞ്ഞാൽ അനുരാഗത്തിൻ്റെ ദിനങ്ങളിലെ ബഷീറിൻ്റെ പഴയ കാമുകി. അപ്പോൾ ആ മുഖവുരയിൽ ബഷീർ പറയുന്നുണ്ട് ഒരു വാക്യം, എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു വാക്യം, ഒരുപക്ഷെ പ്രണയത്തിൻ്റെ ഒരു ആധാരവാക്യം. നിത്യ വിസ്മയമാണല്ലോ അനുരാഗം. പറയുന്നത് 75 വയസ്സുള്ള ബഷീറാണ്. അതുകൊണ്ട് നമുക്കൊക്കെ പറയാം ധൈര്യമായിട്ട്. ഒരു വട്ടമല്ല പറയുക, ട്വൈസ് ഇറ്റ് ഈസ് സെഡ്. നിത്യ വിസ്മയമാണല്ലോ അനുരാഗം. നമ്മൾ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോഴും ഒരു ആൺ പെൺ പ്രണയം വരെ എത്തിയിട്ടുള്ളൂ. എഴുത്തിലായാലും എനിക്ക് തോന്നുന്നു നമ്മൾ പറയുമ്പോഴും ഒരു ക്യൂർ തലത്തിലേക്കൊന്നും നമ്മൾ എന്തുകൊണ്ടോ നമ്മളവിടെ ആ ഒരു ഇതിലേക്ക് അത്ര പോയിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പം നസീറിൻ്റെ കാര്യം പറയുമ്പോൾ നസീർ പറഞ്ഞത് മൃഗങ്ങളെയല്ല മനുഷ്യരെയാണ് പേടി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഈ വ്യക്തിയോട് ഇപ്പം ഞാൻ എന്താ പ്രണയത്തെക്കുറിച്ച് ചോദിക്കുക. കാരണം നമ്മളിപ്പോഴും ഈ ആൺ പെൺ പ്രണയത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മളതിനെക്കുറിച്ച് ഒരുപാട് വാചാലരാകുന്നു, അതിൻ്റെ എഴുത്തിനെക്കുറിച്ച് പറയുന്നു. നസീറിനാണെങ്കിൽ മനുഷ്യരോട് അത്ര, പക്ഷേ തമിഴ്നാട്ടിൽ പോയിട്ട് ഒരു കുട്ടിയെ കണ്ട് സ്നേഹിച്ചാണ് ജീവിത പങ്കാളിയാക്കിയിട്ടുള്ളതും ഭാഷയും ദേശവും ഒക്കെ കടന്നു പോയിട്ട്. അപ്പം ഞാൻ ആദ്യം ഈ സ്വന്തം പ്രണയത്തെക്കുറിച്ച് ചോദിക്കാം. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഈ കാര്യത്തിൽ ഉള്ള വ്യത്യാസത്തിലേക്ക് വരാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യം പ്രണയിച്ചു തുടങ്ങിയത് കരടിയിലാണ്, പിന്നെ മലമുഴക്കി വേഴാമ്പൽ. അപ്പം ഇതിനെ രണ്ടിനെ, അതായത് ഏത് കാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഇവർ രണ്ടുപേരും ഉണ്ടാവും ചുറ്റിനും, എപ്പോഴും വരും, ഒരു ഉപദ്രവമൊന്നുമില്ല. എല്ലാവരും പറയുന്നത് ഏറ്റവും അപകടകാരിയാണ് കരടി എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഏറ്റവും അപകടകാരിയാണ് നമ്മളെല്ലാം, ഈ നിൽക്കുന്ന എല്ലാവരും. ഇത്രയും അപകടം അവിടെ ആരും ഇല്ല, ആർക്കും ഇല്ല. അപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും കരടി മുമ്പിൽ വന്ന് നിൽക്കും, അങ്ങോട്ട് പോകുമ്പോൾ തിരിഞ്ഞ് നോക്കും. അത് ഞങ്ങൾ തമ്മിലുള്ളൊരു ഇതായിരുന്നു. അത് കരടിക്ക് പ്രണയപൂർവ്വം എന്ന് പറഞ്ഞൊരു ലേഖനം തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ മനുഷ്യനിലോട്ട് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ വട്ടവട കോയിലൂർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ സിനിമയിലൊക്കെ വരുന്നതിനൊക്കെ മുമ്പ് അന്ന് റോഡൊന്നുമില്ല, അവിടെ മണ്ണാണ്, മൺ റോഡാണ്. അപ്പം അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ പുല്ലിൻ്റെ വീട്, നിറയെ പൂക്കളൊക്കെ, നമ്മളങ്ങോട്ട് കയറി ചെല്ലേന്. നല്ല ഒരു മിസ്റ്റും കംപ്ലീറ്റ് ഓക്ക് മരവും എല്ലാം. ചെന്ന് അകത്ത്, അപ്പോൾ ഒരു കർഷകനാണ് അദ്ദേഹം, ഞങ്ങളെ വിളിച്ചകത്തോട്ട് ഇരുത്തി. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ, അകത്ത് കയറി കഴിഞ്ഞപ്പോൾ മേൽക്കൂര വരെ ബീൻസ് ഇട്ടേക്കാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് അങ്ങനെ ബീൻസ് മേൽക്കൂര വരെയായിട്ട്. അപ്പം ഭയങ്കര അത്ഭുതം തോന്നി. മൂപ്പര് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് വരൂ, ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞ്. അവിടെ അടുത്തുള്ളൊരു അച്ഛൻ്റെ കൂടെ താമസിക്കുന്നതൊക്കെ. അടുത്ത 2 ദിവസം കഴിഞ്ഞപ്പോൾ ചെന്ന് ആ സമയത്താണ് ജയന്തിനെ കണ്ടത്. ജസ്റ്റ് ഒരു ചെറിയ ഓട്ടോഫോസ് ക്യാമറ കൊണ്ടൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ പതുക്കെ പ്രണയമൊക്കെ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ഫസ്റ്റ് കാടാണ് എൻ്റെ പ്രണയിനി, അത് കഴിഞ്ഞിട്ടേ നീയുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടിയും പറഞ്ഞു. അവർ തമിഴ്നാട്ടുകാരാണ്. നിനക്ക് അവിടെ, അത് മാരേജിന് ശേഷം പറഞ്ഞൊരു കാര്യമാണ്, നിനക്ക് അവിടെ പോയിട്ട് മുരുകന് ആരെ വേണമെങ്കിലും ഇത് ചെയ്യാം, പ്രാർത്ഥിക്കാം. ഇവിടെ വന്നിട്ട് അല്ല വേറെ എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാം. പക്ഷേ ഈ 2 ദൈവങ്ങൾ കൂടി എനിക്ക് തൊന്തരവ് ഉണ്ടാക്കരുത്, എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഞാൻ ഈ രീതിയിൽ പോകുന്ന കാരണം ഞാൻ എൻ്റെ പ്രണയമായാലും എൻ്റെ ഫോട്ടോഗ്രാഫി ആയാലും എല്ലാം കാടിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം. അവരുടെ കൂടെ തന്നെയാണ്, അവരുടെ പ്രണയം കണ്ടു വളർന്നതാണ്.
ഇപ്പോൾ മലമുഴക്കി വേഴാമ്പലാണെങ്കിൽ വളരെ രസകരമായൊരു കാര്യമാണ്. ഇവർ മേറ്റിംഗ് ടൈം ആ ഒരു ടൈം ആയി കഴിയുമ്പോൾ ഒരുമിച്ചൊരു മരത്തിൽ കയറി, ചിലപ്പോൾ ആലായിരിക്കുള്ളൂ, അപ്പോൾ ആൽപ്പഴം നിറയെ ഉണ്ടാവും. അപ്പോൾ ഞാൻ മുല്ലക്കുടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് ആദ്യമായിട്ട് അത് കണ്ടത്. അപ്പോൾ ആൺപക്ഷി ഒരു നല്ല ഏറ്റവും പഴുത്ത ആലിൻ്റെ പഴം എടുത്ത് പെൺപക്ഷിക്ക് കൊടുക്കും. അപ്പോൾ പെൺപക്ഷി അത് വാങ്ങിയിട്ട് കളയും. കാരണം തിന്ന് വയറ് നിറഞ്ഞൊക്കെയാണ്, തിന്ന് വയറ് നിറഞ്ഞാണ്. പക്ഷെ എന്നാലും ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് മനസ്സിലായത് ഇവരുടെയൊക്കെ സ്നേഹവും പ്രേമം നമ്മളൊന്നും ഒരു ചുക്കുമില്ല, നമ്മളുടെ പ്രേമമൊക്കെ ഒരു ചുക്കുമില്ല മനുഷ്യൻ്റെ. ആ മൃഗങ്ങളെ കണ്ട് തന്നെ പഠിക്കണം. ഞാൻ നസീറിൻ്റെ ഇപ്പം നസീർ എന്ന് നമ്മൾ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ കാണുമ്പോഴും വലിയൊരു ക്യാമറയായിട്ടാണല്ലോ എപ്പോഴും കാണുന്നത്. നമ്മൾ ഇപ്പം ഈ 96 സിനിമയിലെ റാമിനെ കാണുന്ന മാതിരി വിജയ് സേതുപതി ചെയ്ത പോലെ. കാരണം അതാണ് ഒരു ലോകം. അപ്പം അതായത് മൃഗങ്ങൾ മുൻപിൽ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്ത് തരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞല്ലോ ആദ്യമായിട്ട് സൗഹൃദം ഉണ്ടായത്. അപ്പം ഈ തീ കാക്ക എന്ന് പറയുന്നത് സാധാരണ അത് അതിൻ്റെ വയറിൻ്റെ അവിടുത്തെ ചോപ്പ് ആരെയും കാണിക്കാത്തതാണ്. നസീറിൻ്റെ മുൻപിൽ അതിങ്ങനെ അതായത് ഒരു കാമുകി നിൽക്കുന്ന പോലെ നമ്മൾ അത്രയും ഒരു ഇൻറ്റിമേറ്റ് മൊമെൻറ്റിൽ വേറൊരാളുടെ മുമ്പിൽ നമ്മൾ വെളിപ്പെടുത്താത്ത ഇതുപോലെ നസീറിൻ്റെ മുമ്പിൽ നിന്നും അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു നമ്മളൊന്നും അല്ല പ്രണയിക്കുന്നത്, ഇവരുടെ മൃഗങ്ങളുടെ അത് കുറച്ചുകൂടെ ഒന്ന് ഈ പറയുന്ന ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ പറഞ്ഞ തീക്കാക്ക എന്ന് പറഞ്ഞ പക്ഷി അത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. തട്ടേക്കാട് പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ള വാച്ചേഴ്സാണ് പറഞ്ഞത്, നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആൺപക്ഷി തിരിഞ്ഞങ്ങോട്ട് ഇരിക്കും. അപ്പോൾ ഈ റെഡ് കളർ കിട്ടൂല. ഇവിടെ നല്ല അതാണ് തീക്കാക്ക എന്നാ പേര് ഇട്ടേക്കുന്നത്. പെൺപക്ഷിക്ക് അങ്ങനെയല്ല, അല്പം യെല്ലോസും ഓറഞ്ചൊക്കെ ചേർന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ക്യാമറ ആയിട്ട് ചെന്നത്. അത് ഫിലിം ക്യാമറയാണ്, അന്ന് ഡിജിറ്റൽ ക്യാമറ ഒന്നും ഇറങ്ങിയിട്ടില്ല. ചെന്ന് പക്ഷി അങ്ങോട്ട് തിരിഞ്ഞിരുന്ന പക്ഷി ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ വന്ന വാച്ചറിന് ഭയങ്കര അത്ഭുതം തോന്നി, ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചേക്കുന്നത്. അവനല്ല, അത് കാട്ടിന് തോന്നിയിട്ടുണ്ടാവും, നമ്മൾക്ക് അങ്ങനെ ഒരു ഷോ കാണിക്കാൻ വേണ്ടി. പിന്നെ അത് മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ എന്തിന് നമ്മൾ അങ്ങനെ ഒരു നിലപാട് നമ്മൾ ചെല്ലുന്ന പരിസരമായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതൊരു കണക്ഷനാണ്. അത് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, അറിയാൻ പറ്റുള്ളൂ. ചിലത് പലതും പറഞ്ഞാൽ എഴുതിയ ഒന്നും പറ്റില്ല, അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ. ചിലർ പറയും അയാൾ മാജിക്കാ ചെയ്യുന്ന, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് വേറെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ. പക്ഷെ അതല്ല, അവർക്ക് നമ്മളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. ഓരോ മരത്തിനും നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾ എന്നെ കേൾക്കുന്നത്, ഞാൻ നിങ്ങളെ കേൾക്കുന്നതൊന്നും മനുഷ്യനിർമ്മിതമായ ഈ AC ഇതൊന്നുമല്ല, ഇതിന് ചുറ്റുമുള്ള പച്ചപ്പും കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളത് തിരിച്ചറിയുന്നില്ല, നമ്മൾ ഒരു കാര്യവും തിരിച്ചറിയുന്നില്ല. നമ്മൾക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് എന്താണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മോശമായ സംഭവം എന്താണെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അതാണ് നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആ ഒരു മൊമെൻറ്റിലുള്ള കാര്യം പറഞ്ഞതെന്ന് പറയും. ഇപ്പം സിദ്ധാർത്ഥയിലൊരു വാചകമുണ്ട്. ഇപ്പം സിദ്ധാർത്ഥ ആ ഒരു എൻലൈറ്റ്മെൻറ്റ് മൊമെൻറ്റിൽ അനുഭവിച്ചൊരു കാര്യം അയാൾക്ക് മാത്രമേ അറിയുള്ളൂ. നമുക്കതിനെക്കുറിച്ച് കേട്ടറിയാം അല്ലെങ്കിൽ വായിച്ചറിയാം, അത് അയാളുടെ അനുഭവമല്ല, നമ്മുടെയും അല്ല. നമ്മളത് അറിയണമെങ്കിൽ നമ്മൾ അനുഭവിക്കണം. ഇപ്പോൾ ബെന്യാമിൻ ഒരുപാട് പ്രണയ ലേഖനങ്ങൾ എഴുതി കൊടുത്തു എന്ന് പറഞ്ഞു. അത് പക്ഷെ വേറെ ആളുകൾക്കാണ്. എഴുത്തുകാരൻ ആവുന്നതിൻ്റെ ഒരു ആദ്യപടി അല്ലെങ്കിൽ എഴുത്തുകാരനായതുകൊണ്ട് അത് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് സ്വന്തമായിട്ട് എഴുതുമ്പോഴുള്ളൊരു ഒരു അനുഭവം അത് വ്യത്യസ്തമല്ലേ? സ്വന്തമായിട്ട് എഴുതണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടികൾ സമ്മതിക്കണ്ടേ, അതായിരുന്നു പ്രശ്നം. ഇപ്പം പുതിയ കാലത്തിൻ്റെ പ്രണയത്തെക്കുറിച്ച് സജിയോട് ചോദിച്ചു. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും ആവാത്തത്ര തരത്തിലൊരു പെൺകുട്ടിയോടൊന്നും മിണ്ടാൻ പോലും ഞങ്ങൾക്ക് സാധ്യതയുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ഒരു പെൺകുട്ടിയോട് മിണ്ടുക എന്ന് പറയുന്നത് ഏതാണ്ടൊക്കെ അസാധ്യമായ വിദൂരതയിലായിരുന്നു പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ടായിരുന്നത്. ഒരു ക്ലാസ്സിൽ വെച്ച് എനിക്ക് തോന്നുന്നു 8ൽ പഠിക്കുമ്പോഴാണോ 7 പഠിക്കുമ്പോഴാണോ എൻ്റെ ക്ലാസ്സിലെ ഒരു പെൺകുട്ടി എനിക്കൊരു ചെറിയ കുറിപ്പ് എഴുതി തന്നു. ഒന്നുമില്ല, സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് നമ്മൾ ഒന്നിച്ചാണ് പോകുന്നത് എന്നാണ് അതിനകത്ത് എഴുതിയിരുന്നത്. സ്കൂളിൽ വലിയ കലാപം തന്നെ നടന്നു. അപ്പോൾ അത്തരത്തിൽ അകലെ നിൽക്കുകയും എന്ന് മാത്രമല്ല, ഇപ്പോൾ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ തരത്തിലും വല്ലാതെ അപകർഷതാബോധമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് ഞാൻ എന്നോട് എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്ന ഒരാളാണ്.
ഇപ്പോൾ ക്ലാസ്സിലെ മിടുക്കുകളായ പെൺകുട്ടികൾ, കാണാൻ കൊള്ളാവുന്ന കുട്ടികൾ, എല്ലാവരും പ്രണയിക്കുന്നത് ക്ലാസ്സിലെ നല്ല സ്പോർട്സ് താരങ്ങൾ, നന്നായി പാട്ട് പാടാൻ അറിയാവുന്നവർ, നന്നായി മിമിക്രി കളിക്കാൻ അറിയാവുന്നവർ, ഇവർക്കൊക്കെ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായ പ്രണയങ്ങളുണ്ട്. എനിക്ക് മാത്രമായിരുന്നു പ്രണയമില്ലാത്തത്. എന്നെ ആരെങ്കിലും ഒരാൾ ഒരു ദിവസമെങ്കിലും പ്രണയിച്ചിരുന്നെങ്കിൽ എന്ന് എത്രയോ കാലം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച്, ഞാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളുടെയൊക്കെ പിന്നാലെ ഇഷ്ടം പോലെ ആണുങ്ങളാണ് പോകുന്നത്, ആൺകുട്ടികളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ക്ലാസ്സിലെ ഏറ്റവും മിടുക്കുകളാണ്, നന്നായി പ്രസംഗിക്കുന്നവർ, നന്നായി പാട്ട് പാടുന്നവരാണ്, നല്ല സുന്ദരികളാണ്. അപ്പോൾ ആ കോട്ടയോട്ടത്തിൽ ഞാൻ ഒരിക്കലും മുന്നിലെത്തുകയില്ല എന്ന ഒരു അപകർഷതാബോധം എനിക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോഴും അത് ഭയങ്കരമായിട്ടുണ്ട്. എന്നിൽ എനിക്ക് ആത്മവിശ്വാസമുള്ള ഏക കാര്യം ഇപ്പോൾ എൻ്റെ എഴുത്ത് മാത്രമാണ്. എഴുത്ത് ഞാൻ വായിക്കുമ്പോൾ എനിക്ക് തോന്നും, കുഴപ്പമില്ല, ഇത് അത്യാവശ്യം കൊള്ളാമെന്ന്. അല്ലാതെ എനിക്ക് എൻ്റെ മുഖം ഇഷ്ടമല്ല, എനിക്ക് എൻ്റെ ശബ്ദം ഇഷ്ടമല്ല, എൻ്റെ നടത്തം എനിക്കിഷ്ടമല്ല. എന്നിലെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പ്രണയങ്ങളൊന്നും പറയാൻ എനിക്ക് പക്ഷേ ഒരിക്കലും സാധിച്ചിട്ടില്ല. ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ വളരെ വർഷങ്ങൾക്ക് ശേഷം അടുത്തിടയ്ക്ക് അവൾ വന്ന് അവളുടെ മകളെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. വളരെ വലിയ എഴുത്തുകാരനാണ്, ഞങ്ങൾ ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ കുട്ടി എന്നോട് അന്ന് 10ാം ക്ലാസ്സിൽ വെച്ച് ഒരിക്കലെങ്കിലും ഒരു വാക്ക് എന്നോടൊന്നും മിണ്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ എത്രയോ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരിക്കലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അതാണ് എന്നെ പിന്നീട് എഴുത്തിലേക്ക് നയിച്ചിട്ടുള്ളത് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയ പ്രണയങ്ങളാണ് എഴുത്തുകാരനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പം ജാപ്പനീസിലെ യുക്കിയോ മിഷിമ എന്ന് പറയുന്ന ഒരു വലിയ എഴുത്തുകാരനുണ്ട്. യുക്കിയോ മിഷിമ ഒരു പെൺകുട്ടിയുമായിട്ട് നല്ല പ്രണയത്തിലായിരുന്നു. അപ്പോഴാണ് ജാപ്പനീസ് രാജകുമാരൻ ഈ പെൺകുട്ടിയെ കാണുന്നതും അവളെ പ്രപ്പോസ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത രാജ്ഞിയാവാമല്ലോ എന്ന് കരുതി ഈ പെൺകുട്ടി രാജകുമാരനെ സ്വീകരിക്കുകയും യുക്കിയോ മിഷിമയെ ഉപേക്ഷിക്കുകയുമായിരുന്നു. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ലോകമറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനുണ്ടായത് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ പ്രണയ നഷ്ടങ്ങളും നമ്മളെ യഥാർത്ഥത്തിൽ സർഗാത്മകമായ മറ്റൊരിടത്തിലേക്ക് തിരിച്ചുവിടുന്നുണ്ട് എന്നുള്ളതാണ്. അത് തിരിച്ചുവിടാൻ കഴിയാത്തപ്പോഴാണ് നമ്മളുടെ ഉള്ളിൽ പക ഉണ്ടാവുന്നത് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട്, ചെറുപ്പക്കാരോട് പറയട്ടെ, നഷ്ടപ്പെട്ട പ്രണയത്തോളം മനോഹരമായ ഒന്നും ഈ ഭൂമിയിലില്ല. അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ അതിനോളം മനോഹരമായ ഒരു പ്രണയം നിങ്ങളുടെ ജീവിതത്തിലില്ല. അതിനെ ഇങ്ങനെ ഓർത്ത് ആസ്വദിച്ച് മനോഹരമായി കൊണ്ടുപോവുക എന്ന് പറയുന്നത് എത്ര മനോഹരമായ അനുഭവമാണെന്നറിയാമോ? അത് മനസ്സിലാവാത്തത് കൊണ്ടാണ് നമുക്ക് കാമുകിയുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കാൻ തോന്നുന്നത്, അവളെ കൊല്ലാൻ തോന്നുന്നത്, കാമുകന് എങ്ങനെ ഉപേക്ഷിക്കാൻ വേണ്ടി വിഷം കൊടുക്കാൻ തോന്നുന്നത്. ഇത് നിങ്ങളൊന്നൊന്ന് ആസ്വദിക്കാൻ പഠിക്കൂ. ഈ നഷ്ടപ്പെടൽ, അതിൻ്റെ നീറ്റൽ, അതിൻ്റെ വേദന ശരിയാണ്. നമ്മളെ കൊന്നുകളയുന്ന ഒരു വേദന നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ തിരസ്കരിക്കപ്പെട്ടു എന്ന ഒരു ബോധ്യത്തിൽ, നമ്മളെ ആരും ഇഷ്ടപ്പെടാനില്ലല്ലോ ഈ ലോകത്ത് എന്നുള്ള ഒരു ചിന്ത നമ്മളെ വല്ലാതെ അലട്ടുമെങ്കിൽ പോലും തിരസ്കരിക്കപ്പെട്ട ഓരോ പ്രണയങ്ങളും നമ്മുടെ ഉള്ളിൽ ഒരു തീയായി വളരുകയും നമ്മളത് കൊണ്ടുപോവുകയും ചെയ്യുമെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആവിഷ്കരിക്കുന്ന എൻ്റെ കഥയിലെ എല്ലാ പ്രണയങ്ങളും എനിക്ക് കിട്ടാത്ത പ്രണയങ്ങളെ ഓർത്തുള്ള എൻ്റെ വിലാപങ്ങളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എൻ്റെ ആദ്യത്തെ കഥാസമാഹാരമായ യുത്തനേസ്യയിലെ 4ഓ 5ഓ കഥകൾ പ്രണയത്തെക്കുറിച്ചാണ്. അതിനകത്ത് മരീചിക എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അതിനകത്ത് കവല എന്ന് പറയുന്ന ഒരു അറബി പെൺകുട്ടിയെ സ്നേഹിക്കുന്ന ഒരു മലയാളി പയ്യനാണ്. കവല എന്ന് പറയുന്ന പെൺകുട്ടിയെ എനിക്ക് നന്നായി അറിയാം. എൻ്റെ കൂടെ ബഹറിൽ ജോലി ചെയ്തിരുന്ന ഒരു അറബി പെൺകുട്ടിയാണ്. ഞാൻ അവളോട് വല്ലപ്പോഴുമേ മിണ്ടിയിട്ടുള്ളൂ. അത്രമേൽ സുന്ദരിയായ ഒരു അറബി പെൺകുട്ടിയായിരുന്നു. പലരും വിചാരിക്കുന്നത് അത് ബെന്യാമിൻ്റെ പ്രണയമാണോ എന്ന്. യുത്തനേസ്യയിലെ കഥകൾ വായിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. ബെന്യാമിൻ പ്രണയിക്കണമെന്ന് ആഗ്രഹിച്ച പ്രണയങ്ങളാണ് അത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം കവല എന്ന് പറയുന്ന പെൺകുട്ടിയെ പ്രണയിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആ കഥാപാത്രങ്ങൾക്ക് പോലും ബെന്യാമിൻ എന്ന് ഞാൻ പേരിട്ടിട്ടുണ്ട്. പല കഥകളിലെയും പ്രണയ കഥാപാത്രത്തിൻ്റെ പേര് ബെന്യാമിൻ തന്നെയാണ്. ബെന്യാമിൻ, റൊമാരിയോ, ജോനാഥൻ എന്നൊക്കെയാണ് കഥാപാത്രത്തിൻ്റെ പേര്. നമ്മളെ തന്നെ വലുതാക്കുകയാണ്. നിങ്ങൾ തരാത്ത പ്രണയം ഞാൻ എൻ്റെ കഥയിലൂടെ ആവിഷ്കരിച്ച് വലുതാക്കുകയും ഞാനൊരു പ്രണയനാഥകനാക്കും എന്ന് തീരുമാനിക്കുകയുമാണ്. അഭിഷേകൻ എന്ന് പറയുന്ന നോവലിൽ സമ്പൂർണ്ണമായും പ്രണയ കഥയാണ്. ശലോമോൻ എന്ന് പറയുന്ന രാജാവ്
ഏതാണ്ട് 700 ഭാര്യമാരും 300 വെപ്പാട്ടികളും ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു എന്നാണ് ബൈബിൾ തന്നെ സാക്ഷ്യം വഹിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഉത്തമഗീതം എടുത്തു നോക്കിയാൽ അദ്ദേഹം എഴുതിയതാണ്, ശലോമോൻ എഴുതിയതാണ് ഉത്തമഗീതം. ഉത്തമഗീതത്തിലെ എല്ലാ പാട്ടുകളും നഷ്ടപ്പെട്ടു പോയ പ്രണയത്തെ ഓർത്താണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പം 700 ഭാര്യമാരെ കിട്ടിയാലും 300 വെപ്പാട്ടികളെ കിട്ടിയാലും നഷ്ടപ്പെട്ടു പോയ പ്രണയത്തെ ഓർത്തല്ലാതെ വേറൊന്നിനെ ഓർത്തും നമ്മൾ കരയില്ല, പാട്ടെഴുതില്ല എന്ന് ശലോമൻ നമ്മളോട് പറയുകയാണ്. അവിടെ നിന്നാണ് ഞാൻ അഭിഷേകൻ എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നത്. ശലോമോൻ മരിക്കുന്ന നിമിഷം വരെയും നഷ്ടപ്പെട്ടു പോയ അഭിഷേകനെ ഓർത്ത് കരഞ്ഞുകൊണ്ടേയിരിക്കുകയും എൻ്റെ ശൂന്യങ്കാരത്തി മടങ്ങി വരിക എന്ന് നിലവിളിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ നേടിയ പ്രണയങ്ങളുണ്ട് സജയെ പോലെ, എങ്കിലും നിങ്ങളെപ്പോലെ നഷ്ടപ്പെട്ട പ്രണയങ്ങൾ അതിനേക്കാളേറെ നമ്മുടെ ഉള്ളിലിരുന്ന് വിങ്ങുന്നുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നഷ്ടപ്രണയങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാനുള്ള വലിയ ഔഷധങ്ങൾ തന്നെയാണ്. അതങ്ങനെ തന്നെ നിങ്ങൾ സ്വീകരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പൊതുവേ എഴുത്തുകാരോട് അല്ലെങ്കിൽ കലാകാരന്മാരോട് പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും ഒരു അട്രാക്ഷൻ കൂടുതലാണെന്ന് പറയും. അപ്പം ബെന്യാമിൻ സ്കൂളിൽ പോയിരുന്ന കുട്ടിയല്ലല്ലോ, പിന്നീട് വലിയ എഴുത്തുകാരനായി. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രണയലേഖനമൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. പുതിയ കാലത്താണോ? ഏത് കാലത്തായാലും അല്ല, പുതിയ കാലത്ത് ധാരാളം പ്രണയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എന്നെ എനിക്കിപ്പോഴും ഇഷ്ടമില്ലാത്തതുപോലെ ഇപ്പോഴുള്ള പ്രണയം സത്യത്തിൽ എന്നോടുള്ള പ്രണയമല്ല. കഴിഞ്ഞ ദിവസം മുകുന്ദേട്ടനത് കൃത്യമായി പറയുകയുണ്ടായി. അത് എൻ്റെ എഴുത്തിനോടുള്ള പ്രണയമാണ്. ഞാൻ ഈ പുസ്തകങ്ങളിൽ പറയുന്ന പ്രണയങ്ങളോടുള്ള പ്രണയമാണ്. മഞ്ഞവിൽ മരണങ്ങളിലെ ക്രിസ്റ്റി മെൽവിനെ പ്രേമിക്കുന്നത് പോലെ പ്രേമിക്കാൻ ഉള്ള ആഗ്രഹം, അല്ലെങ്കിൽ അല്ലറേബ്യൻ നോവൽ ഫാക്ടറിയിലെ ജാസ്മിനെ പ്രണയിക്കുന്ന പോലെ ഒരു പ്രതാപ് ഉണ്ടാവട്ടെ, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രണയിയായിരിക്കും ഞാനെന്ന വിചാരത്തിൽ വരുന്ന പ്രണയ ഇഷ്ടങ്ങളാണ്. അതുകൊണ്ടത് ഞാൻ ഒരു വളരെ ഡിറ്റാച്ചായിട്ട് നോക്കിക്കാണുകയാണ്. പക്ഷേ ഞാൻ പറയുന്നത്, ദാമ്പത്യത്തിന് പുറത്തൊരു പ്രണയമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം കുറേ കൂടി സന്തോഷകരമാവും എന്നാണ്. ആ പ്രണയത്തെ നിങ്ങൾ മലയാളി വിചാരിക്കുന്നത് അതൊരു ലൈംഗിക ബന്ധമാണ് എന്നാണ്. എപ്പോഴും അങ്ങനെയാണ്. നമുക്കൊരു പ്രണയമുണ്ട് എന്ന് കേട്ടാൽ, അല്ലെങ്കിൽ വിവാഹേതര ബന്ധം എന്ന് കേട്ടാൽ ഉടൻ തന്നെ നമ്മളുടെ ചിന്ത സഞ്ചരിച്ചപ്പുറത്തേക്ക് പോകുന്നത് അതെന്തോ അപകടകരമായ ഒന്നിലേക്കാണ്. അതല്ല, നല്ല സൗഹൃദങ്ങൾ നമുക്ക് എത്രയോ ഉണ്ടാക്കാം. എത്രയോ നല്ല കൂട്ടുകാരെ ഞാൻ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ. കാരണം ഞാൻ പറയട്ടെ, ദാമ്പത്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ദാമ്പത്യത്തിലുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നു, ദാമ്പത്യം എന്ന് പറയുന്നത് ഒരു കുഞ്ഞു മാടക്കട മാത്രമാണ്. അതൊരു സൂപ്പർ മാർക്കറ്റല്ല. നിങ്ങളുടെ ദാമ്പത്യത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ കുറച്ച് സാധനങ്ങൾ, വളരെ ഓടിച്ചെന്ന് മേടിക്കാവുന്ന ചില സാധനങ്ങൾ മാത്രം കിട്ടുന്ന ഒരു കുഞ്ഞു കടയാണ് ദാമ്പത്യം എന്ന് പറയുന്നത്. സൂപ്പർ മാർക്കറ്റ് അപ്പുറത്ത് വേറെയുണ്ട്, അതിനകത്ത് വേറെ ധാരാളം സാധനങ്ങളുണ്ട്, അവിടെ നമുക്ക് വേറെ സാധനങ്ങൾ കിട്ടും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ പങ്കാളി നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം അതുപോലെ കൊണ്ടു നടക്കുന്ന ഒരാളാവണമെന്ന് ശഠിക്കുന്നതിൽ വലിയ തെറ്റുണ്ട്. എനിക്ക് ക്രിക്കറ്റ് കളി ഇഷ്ടമാണ്. എൻ്റെ ഭാര്യ ക്രിക്കറ്റ് കളി ഇഷ്ടപ്പെടണമെന്നും അവൾ രാത്രി 2 മണിക്ക് കുത്തിയിരുന്ന് ഈ കളി കണ്ടിട്ട് സേവാങ്കനും സച്ചിൻ തെണ്ടുൽക്കർക്കും ജയ് വിളിക്കണമെന്നും പറയുന്നതോടെ അപകടം വേറെയുണ്ടോ? എനിക്ക് ത്രില്ലർ സിനിമകളായിരിക്കും ഇഷ്ടം, എൻ്റെ ഭാര്യയ്ക്ക് മറ്റു തരം സിനിമകളായിരിക്കാം ഇഷ്ടം. പക്ഷേ എല്ലാം നമ്മുടെ പങ്കാളികളിൽ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുന്നതോടുകൂടി സത്യത്തിൽ ആ ദാമ്പത്യം വിരസമായി തീരുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതിനപ്പുറത്ത് അത്തരം ബന്ധങ്ങളുള്ള, അത്തരം ഇഷ്ടങ്ങളുള്ള എത്രയോ സൗഹൃദങ്ങളെ നിങ്ങൾക്ക് അപ്പുറത്തു നിന്ന് കണ്ടുപിടിക്കാം. അവരുമായിട്ട് അത് പങ്കുവെക്കാം. അത് പങ്കുവെക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അത്തരത്തിൽ വിശാലമായ സൗഹൃദത്തിൻ്റെ അന്തരീക്ഷങ്ങൾ നമ്മൾ ദാമ്പത്യത്തിന് പുറത്തുണ്ടാക്കിയെടുക്കുമെങ്കിൽ ദാമ്പത്യ ജീവിതം കുറേ കൂടി മെച്ചമാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ കുരിശ് വന്ന് നമ്മുടെ തലയിലേക്ക് കുറച്ച് നേരമേ കയറിയുള്ളല്ലോ എന്ന് ഓരോ സ്ത്രീകളും വിചാരിക്കുക, അല്ലെങ്കിൽ ഇയാളുടെ സർവ്വ ഇഷ്ടങ്ങളും നമ്മുടെ മണ്ടയ്ക്ക് ഇറക്കി വെക്കണമെന്ന് ഈ സ്ത്രീയോട് പറഞ്ഞാൽ എങ്ങനെ സാധ്യമാകും? അപ്പോൾ ഓരോ തരം ഇഷ്ടങ്ങൾക്ക് നമുക്ക് രണ്ട് പെഗടിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഭാര്യയോടോ പെണ്ണുങ്ങളോടോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിൽ പങ്കുവെക്കാൻ അതിലൊക്കെ വലിയ ക്ലാസിക്കൽ വിദഗ്ധന്മാരായ ആൾക്കാരുണ്ട്. അവരോടാണ് വിസ്കിയുടെ ടേസ്റ്റ് എന്താണ്, ബ്രാൻഡിയുടെ ടേസ്റ്റ് എന്താണ്, അത് കഴിച്ചാലുള്ള ഗുണം എന്താണെന്ന് പങ്കുവെക്കേണ്ടത്. ഗസൽ ഇഷ്ടമുള്ള ഒരാൾ കാണുമായിരിക്കും. ഗസൽ ഇഷ്ടമുള്ള ഒരു സുഹൃത്തിനെ നമുക്ക് സംഘടിപ്പിക്കാം, അയാളോട് പങ്കുവെക്കാം. ഞാൻ പറയുന്നത്, ദാമ്പത്യ ബന്ധത്തിൽ നമ്മൾ
പ്രണയമുണ്ട് എങ്കിലും സൗഹൃദമുണ്ട് എങ്കിലും അതിന് പുറത്തുള്ള ബന്ധങ്ങളും നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തെ വല്ലാതെ ഊഷ്മളമാക്കുന്നത് തന്നെയാണ്. അത് അപകടകരമാവാതെ, സ്വാർത്ഥത എന്ന് പറയുന്ന ഒരു ചിന്ത അതിനകത്ത് വരുമ്പോഴാണ് അപകടം ഉണ്ടാവുന്നത്. എനിക്കൊന്ന് അപകടമാകാതെ കൊണ്ടുപോകുമെങ്കിൽ, ആരോഗ്യപരമായി കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുണ്ട് എങ്കിൽ അത്തരം ആരോഗ്യപരമായ നല്ല സൗഹൃദങ്ങൾ എനിക്കുണ്ട്. അതിനെ പ്രണയമെന്ന് വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രമേൽ വിശ്വസ്തയോടുകൂടി പറയുന്ന സുഹൃത്തുക്കൾ എനിക്കുണ്ട്. പെൺസുഹൃത്തുക്കളുണ്ട്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ വിഷമങ്ങൾ വരുന്ന സമയത്ത് വിളിക്കേണ്ട ആദ്യത്തെ ആൾ ഞാനാണ് എന്ന് തോന്നുന്ന ഒരാൾ. എൻ്റെ വളരെ അടുത്ത ഒരു ആൺ സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ രഹസ്യങ്ങളും എന്നോടാണ്. അയാൾ ഒരു യാത്ര പോയാൽ പോലും ആദ്യം പറഞ്ഞു വെക്കുന്നത് എന്നോടാണ്. ഞാൻ ഇന്നടത്ത് പോവുകയാണ്, ഞാൻ അവിടെ കിടന്ന് മരിച്ചാൽ നീ എന്നെ അവിടെ നീ കൊണ്ടുവന്നോണോ എന്ന് പറയുന്നത് പോലും. അത്തരത്തിൽ ചില ബന്ധങ്ങൾ നമുക്കില്ല എങ്കിൽ പിന്നെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ്? അത്തരം ചില ബന്ധങ്ങളുണ്ട്. അതിനെ പ്രണയമെന്ന് വിളിക്കാമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അങ്ങനെയൊക്കെ ഇഷ്ടത്തിലും സ്നേഹത്തിലുമൊക്കെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. താങ്ക് യു. ഇനി മുതൽ ബെന്യാമിൻ്റെ കൂടെ നടക്കരുതെന്ന് സജയനോടൊന്ന് ഭാര്യ പറയാനൊരു ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി മുതൽ ബെന്യാമിൻ്റെ കൂടെ നടക്കരുത് എന്നൊരു ഉപദേശം ഇന്ന് വീട്ടിൽ നിന്ന് കേൾക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് മലയാളം എഴുത്തിലെ പ്രണയം പറയുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് ആദ്യം വരുന്ന ഒരു മുഖം മാധവിക്കുട്ടിയാണ്. എൻ്റെ പ്രണയം കാട്ടുതേൻ പോലെയാണ്, അതിൽ വസന്തങ്ങൾ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. വരി കൃത്യമായിട്ട് അതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് അത്രയും ഭംഗിയായിട്ടൊരു പ്രണയത്തെ വിവരിക്കുന്നത്. അതിൻ്റെ ഒരു റോനെസ് ഉണ്ട്. കാട്ടുതേൻ എന്ന് പറയുന്നതും ഒരു കാടും, അങ്ങനെ പൂത്തു നിൽക്കുന്ന ഒരു കാടും ഭയങ്കര വിവിഡ് ഇമേജറി എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. ബഷീറിലേക്ക് എത്തുമ്പോൾ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന് അത്രയും മനോഹരമായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം NS മാധവൻ്റെ കാർമൻ, ശേഷം പോലത്തെ കഥകളുണ്ട്, മീരയുടെ മോഹമഞ്ഞൊക്കെ ഉണ്ട്. അധ്യാപകനാണ്, നിരൂപകനാണ്, ആശാനൊക്കെ ആഴത്തിൽ പഠിച്ച ഒരാളാണ്. സജയുടെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട പ്രണയകഥകളോ കവിതകളോ മലയാളത്തിൽ എഴുതിയത്? അതൊരുപാടുണ്ട്. എൻ മോഹനനാണ് ഒരുപക്ഷെ ഒരേ പ്രണയത്തെക്കുറിച്ച് ഒരേ സ്വർണം കൊണ്ട് പല ആഭരണം ഉണ്ടാക്കുന്ന പോലെ ഏറ്റവും അധികം കഥകൾ എഴുതിയിട്ടുള്ള ഒരു മലയാള കഥാകൃത്ത്. കഴിഞ്ഞ വർഷം DC ബുക്സ് പ്രസിദ്ധീകരിച്ച എൻ മോഹനൻ്റെ സമ്പൂർണ്ണ കഥകൾക്ക് അവതാരി എഴുതാൻ സാധിച്ചത് ഞാൻ നിരൂപകനായതുകൊണ്ട് മാത്രമല്ല, ഒരു നല്ല തരക്കേടില്ലാത്ത കാമുകനായതുകൊണ്ട് കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ മോഹനൻ കഴിഞ്ഞാൽ മാധവിക്കുട്ടിയുടെ മനോഹരമായ പ്രണയകഥകൾ, CV ബാലകൃഷ്ണൻ്റെ കുറച്ച് ശരീരബദ്ധമായ പ്രണയകഥകൾ, ഇതെല്ലാം എനിക്കിഷ്ടമാണ്. കഥകൾ മാത്രമല്ല, നോവലുണ്ടല്ലോ. ഇപ്പോൾ പരീക്കുട്ടിയോട് ഒരു ശംഖ് ആവശ്യപ്പെടും കറുത്തമ്മ, അത് കൊടുക്കും, ഒരു ചുവന്ന ചെറിയൊരു ശംഖ്. അപ്പോൾ തീരെ റൊമാൻറ്റിക് അല്ല എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന തകഴി എഴുതും. ആ ശംഖ് മാത്രമല്ല, അതിലൂടെ അവൻ അവൾക്ക് കൊടുത്തത് അവൻ്റെ ഹൃദയം കൂടിയായിരുന്നു. ആ ശംഖിൻ്റെ രൂപത്തിൽ എന്ന് എഴുതുന്ന തകഴിയെ എനിക്കിഷ്ടമാണ്. ബഷീറിൻ്റെ അതിമനോഹരമായ പ്രണയകഥകൾ ഇഷ്ടമാണ്. പ്രണയവും ദാമ്പത്യവുമെല്ലാം ഇടകലർന്നു വരുന്ന പൂവമ്പഴം എന്ന കഥ ഇഷ്ടമാണ്. ഒരുപക്ഷെ ഇവിടെ ബെന്യാമിൻ എന്ന നോവലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ പ്രണയിയുടെ പിടിയിൽപ്പെട്ട ചില മുഹൂർത്തങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ കണ്ടു. വളരെ സ്വച്ഛന്തമായി, വളരെ സ്വച്ഛമായി, നിഷ്കളങ്കമായി അദ്ദേഹം സംസാരിച്ച ചില സന്ദർഭങ്ങൾ. ഇതുപോലെ നമ്മൾ കവികളാവുന്നത് പ്രണയത്തിലാവുമ്പോഴാണ്. ബഷീറിൻ്റെ അബ്ദുൽ ഖാദർ സാഹിബ് ഒരു ചുമട്ടുതൊഴിലാളിയാണ്, ഒരു തൊഴിലാളിയാണ്, ബീഡി തൊഴിലാളിയോ മറ്റോ ആണ്. ഇയാൾ ജമീല ബീബി എന്ന സമ്പന്ന യുവതിയെ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നത്, നിന്നെ എനിക്കിഷ്ടമാണ്, ഒരു പ്രതികരണവും ഇല്ല. നിൻ്റെ വസ്ത്രങ്ങൾ എനിക്കിഷ്ടമാണ്, നീ നടക്കുന്ന ഈ വഴി എനിക്കിഷ്ടമാണ്, ഒരു പ്രതികരണവും ഇല്ല. അപ്പോൾ ഒരു മഹാകവിയെപ്പോലെ അബ്ദുൽ ഖാദർ സാഹിബ് പറയും, നീ എൻ്റെ കണ്ണിലെ കാഴ്ചയാകുന്നു. പിന്നീട് അതിനപ്പുറത്തേക്ക് പ്രണയം മാത്രമായിരുന്നു അവർ തമ്മിൽ എന്നതുപോലെയാണ് ബഷീർ എഴുതുക. ഇങ്ങനെ പ്രണയകഥകൾ പ്രിയപ്പെട്ടവ അനവധിയുണ്ട് മലയാളത്തിൽ. മലയാളത്തിൽ നിന്ന് പുറത്തു കിടന്ന ഒരു ഉദാഹരണം പറയാൻ നിങ്ങൾ എന്നെ അനുവദിക്കുമെങ്കിൽ, മാർക്കേസിൻ്റെ പ്രണയത്തിൻ്റെ മാജിക് എന്താണെന്ന് മാജിക് റിയലിസത്തിലൂടെ കാട്ടിത്തരുന്ന ഒരു സന്ദർഭമുണ്ട്. ഇന്നസെൻ്റ് എറൻഡിറ ആൻഡ് ഹർ ക്രൂവൽ ഗ്രാൻഡ് മദർ എന്ന കഥയിലെ എറൻഡിറയുടെ കാമുകൻ അഡോണിസ് തൻ്റെ മകൻ പ്രണയത്തിലാണെന്ന് അഡോണിസിൻ്റെ അമ്മ മനസ്സിലാക്കുന്നത് അവൻ അന്ന് വീട്ടിൽ വന്ന് തൊട്ട എല്ലാ ചില്ലുപാത്രങ്ങൾക്ക് നീല, പച്ച, ചുവപ്പ്, വയലറ്റ് എന്നിങ്ങനെ നിറങ്ങൾ സംക്രമിച്ചു. കാമുകൻ തൊടുന്ന പാത്രങ്ങളിലേക്കെല്ലാം, ചില്ലുപാത്രങ്ങളിലേക്കെല്ലാം, ചില്ലുകോപ്പുകളിലേക്കെല്ലാം പല നിറങ്ങൾ സംക്രമിക്കുന്നു. മഴവില്ലിലുള്ള എല്ലാ നിറങ്ങളും പ്രസരിക്കുന്നു.
അതാണ് കാമുകത്വത്തിൻ്റെ ലക്ഷണം എന്നാണ് മാർക്കേസ് പറയുക. അങ്ങനെയാണ് അഡോണിസ് എന്ന എറൻഡറയുടെ കാമുകൻ്റെ അമ്മ തൻ്റെ മകൻ പ്രണയത്തിലാണെന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ ഇവിടെ ബെന്യാമിൻ പറഞ്ഞ നഷ്ടപ്രണയത്തിൻ്റെ ഒരു ക്ലാസിക്കൽ ഉദാഹരണമുണ്ട്. ഡോസ്റ്റോസ്കി 2-3 പ്രണയങ്ങളിൽപ്പെട്ടായി നമുക്കറിയാം. അതിൽ രണ്ടാമത്തവളോ മറ്റോ ആയിരുന്നു പോളിന എന്ന മഹാവികൃതിയായ ഒരു പെണ്ണ്. ഈ പ്രതിഭാശാലിയെ എങ്ങനെ പിന്നാലെ വലിച്ചഴിച്ചു കൊണ്ടു നടക്കുക എന്നല്ലാതെ അയാളോട് യാതൊരു പ്രണയത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല പോളിനയ്ക്ക്. പിന്നീട് അന്ന വരുന്നു. അന്നയെ ദസ്തയേവ്സ്കി വിവാഹം കഴിക്കുന്നു. എഴുത്തിലൂടെ വിശ്വപ്രസിദ്ധി നേടുന്നു ഡോസ്റ്റോസ്കി. ആ കാലത്ത് ഈ പോളിനെ വീണ്ടും ഒരിക്കൽ ഡോസ്റ്റോസ്കിയെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഡോസ്റ്റോസ്കി ഈ പോളിനയെ തിരിച്ചറിഞ്ഞില്ല. പക്ഷെ അന്നയ്ക്ക് മനസ്സിലായി. പക്ഷേ അന്ന മനസ്സിലായതായിട്ട് ഭാവിച്ചതുമില്ല. ഇതൊക്കെയാണ് ചില പ്രണയങ്ങൾ. ഇവിടെ ബെന്യാമിൻ സൂചിപ്പിച്ചതുപോലെ തിരസ്കൃത പ്രണയം കാലാന്തരത്തിൽ തിരിച്ചു വരുമ്പോൾ തിരിച്ചറിയാനാവില്ല. രൂപം മാറിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ബെന്യാമിൻ്റെ മാന്തളിലെ കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന നോവലിൽ ഈ ഹാലിയുടെ കോമറ്റിനെ പറ്റി, ഹാലിയുടെ ധൂമകേതുവിനെ പറ്റി പറയുന്നുണ്ട്. 76 വർഷത്തിൽ ഒരിക്കലാണത് വരിക ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക്. അപ്പോൾ ഒരാൾ ഒരിക്കൽ അതിനെ കണ്ട ആൾ പിന്നീട് കാണില്ല. അപ്പോഴേക്കും അയാൾ 2ാം വരവിന് മുമ്പ് തന്നെ മരിച്ചു പോയിട്ടുണ്ടാവും. ഇതിനെ മുൻനിർത്തി മനോഹരമായൊരു കവിതയുണ്ട്, കത്സുമോ തനാക്ക എന്ന് പറഞ്ഞ ഒരു ജാപ്പനീസ് കവിയുടേത്. ഹാലിയുടെ ധൂമകേതുവിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് കവിതയുടെ അവസാനം അതുവരെ പറഞ്ഞു വന്ന രീതിയെ ആകെ അട്ടിമറിച്ചുകൊണ്ട് ഈ കവി പറയും, എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് ഞാൻ ജനിക്കും മുമ്പ് മരിച്ചുപോയി, എൻ്റെ കാമുകിയാകട്ടെ എൻ്റെ മരണശേഷമേ ജനിക്കൂ. ഇതാണ് പലരുടെയും വിധി, അതാണ് മനുഷ്യാവസ്ഥ. ആ കവിതയുടെ പേര് തന്നെ ചാൻസ് എൻകൗണ്ടർ എന്നാണ്. യാദൃച്ഛികമായ കണ്ടുമുട്ടൽ. പ്രണയം സംഭവിക്കുന്നതും സംഭവിക്കാതിരിക്കുന്നതും ഒരു യാദൃച്ഛികമായ കണ്ടുമുട്ടലിൻ്റെ ഫലമോ അല്ലെങ്കിൽ ഒരു കണ്ടുമുട്ടലിൻ്റെ സാധ്യതയോ അസാധ്യതയോ ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കട്ടെ. നമ്മൾ ഇപ്പോൾ പ്രണയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ബെന്യാമിനെ സൂചിപ്പിച്ചു. അതായത് നമ്മളിപ്പം പണ്ട് പ്രണയ നൈരാശ്യം എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കിട്ടിയില്ല, അല്ലെങ്കിൽ അതിന് അങ്ങനെ രീതി അതുവരെയാണ്. പക്ഷേ ഇപ്പം നമുക്ക് പ്രണയ പകയും പ്രണയ കൊലയും ഒക്കെ വന്നു. ഇപ്പം അധികവും ആ ഡിസ്കഷനാണ് വരുന്നത്. നസീറിനോട് ചോദിക്കാനുള്ളതാണ്, ഇപ്പം മൃഗങ്ങളുടെ ഇടയിൽ ഈ പറയുന്ന പോലെ ഇപ്പം മനുഷ്യൻ വെക്കുന്ന പോലെ ഈ ഒരു പക, അതായത് ഒരു സഹജീവിയോട് നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരാളോട്, ഇണയോട് അങ്ങനെ ഒരു കാര്യം ഈ അവരുടെ ലോകത്തുണ്ടോ? അത് പ്രകൃതിയുടെ ഒരു നിയമമുണ്ട്. അതായത് നല്ല ആരോഗ്യമുള്ള കുട്ടി ജനിക്കണം. അപ്പോൾ അത് അവരുടെ ടൈം എന്ന് പറഞ്ഞാൽ മേറ്റിംഗ് ടൈമിൽ കരുത്തുള്ള, ഇപ്പോൾ ആനയാണെങ്കിലും കരടിയായാലും കരുത്തുള്ളതിനാണ് പെണ്ണിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഫൈറ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവൻ കൂട്ടത്തിൽ നിന്ന് മാറിപ്പോകും. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കരുത്തുള്ള കുഞ്ഞ് വന്നാലേ ഈ ഭൂമിയിൽ ആരോഗ്യത്തോടുകൂടി നിലനിൽക്കാൻ പറ്റുള്ളൂ. അതാണ് അവർ തമ്മിലുള്ള പറ്റ. അല്ലാതെ കാണുമ്പോൾ ഇടിയൊന്നും ഇല്ല. ഇത് ആ ഒരു സമയത്ത് തന്നെ പ്രകൃതി കൊടുത്തേക്കുന്ന ഒരു നിയമമാണത്. നല്ല കുട്ടി വരണം, എന്നാലേ ഭൂമിയിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കണ്ടേക്കുന്നത്. കുറച്ച് മുൻപ് തനിഷ്കിൻ്റെ ഒരു പരസ്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ കാണിച്ച ഒരു ഗർഭിണിയായ പെൺകുട്ടി, ആ ഒരു ചടങ്ങാണ്. പക്ഷെ അതിൽ കാണിച്ച സമയത്ത് ഈ പറയുന്ന 2 മതത്തിൽപ്പെട്ട ആളുകളായിട്ടാണ് കാണിച്ചത്. അന്നത് സംഘപരിവാർ വലിയ പ്രശ്നം ഉണ്ടാക്കി, ഇവരുടെ ഷോറൂമിലൊക്കെ കയറി ആക്രമിക്കുകയൊക്കെ ചെയ്തു. അപ്പം ആ പരസ്യം ഇപ്പം തനിഷ്ക് വലിയൊരു കമ്പനിക്ക് അത് പിൻവലിക്കേണ്ടി വന്നു. പിന്നെ എഴുത്തുകാരൻ എന്ന നിലയിൽ ബെന്യാമിൻ്റെ അടുത്തുള്ള ചോദ്യമാണ്, ഇപ്പം നമ്മൾ പ്രണയം ഈ പറയുന്ന മാതിരി ഏത് കാലത്തും കേൾക്കാനും വായിക്കാനും എത്ര കേട്ടാലും മടുക്കാതെ ആ തരുന്ന ഒരു ഊർജത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ ഈ പ്രണയം ഇനി എഴുതുമ്പോൾ ഇതുപോലെ, കാരണം ബാഹ്യമായ ഇടപെടലുകൾ വല്ലാതെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഒരു പരസ്യം തന്നെ അതൊരു ക്രിയേറ്റീവായിട്ടുള്ള കുറച്ച് സെക്കൻഡ്സോ 1 മിനിറ്റൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു കാര്യത്തിൽ പോലും നമുക്കിത് പറയാൻ പാടില്ല, ഇങ്ങനെ ഒരു പ്രണയം പാടില്ല. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും ഈ പറയുന്ന വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർ കല്യാണം കഴിക്കുന്നത് തടയാനായിരിക്കും നിയമമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. മാതാപിതാക്കളുടെ സമ്മതം വേണം, പോലീസിൻ്റെ വേണം എന്നൊക്കെ പറഞ്ഞു. ഈ ഒരു കാലത്ത് നമ്മൾ ശരിക്കും നമുക്ക് തോന്നുന്ന ഉള്ളിലുള്ള ആ പ്രണയം ഈ പറയുന്ന ചിന്തകളൊന്നുമില്ലാതെ അത്രയും സ്വതന്ത്രമായിട്ട് എത്ര കാലം എഴുതാൻ പറ്റും? എഴുതുന്ന എനിക്ക് തോന്നുന്നില്ല അതിന് അപകടം ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല.
പറയുമായിരിക്കും. പക്ഷേ ഞാൻ കാണുന്നത് പുതിയ കാലത്തെ എല്ലാ പ്രണയങ്ങളും ഇത്തരത്തിലുള്ള ജാതി മത അതിരുകളെ മുഴുവൻ ഭേദിച്ചു കൊണ്ടുള്ളതാണ് പുതിയ കുട്ടികളുടെ പ്രണയം എന്നുള്ളതാണ്. ജാതി നോക്കിയാണ് പ്രണയിക്കുന്നത്, മതം നോക്കിയാണ് പ്രണയിക്കുന്നത് എന്നൊക്കെ മുതിർന്നവർ പറയുന്നെങ്കിൽ പോലും നമ്മൾ ഈ കുട്ടികളെ പൊതുവെ നിരീക്ഷിക്കുമ്പോൾ ഞാൻ കാണുന്നത് അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ, ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ പ്രണയിച്ചു എന്നുള്ളതാണ്. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊക്കെ പ്രണയിക്കുന്ന കാലത്ത് നമ്മൾ 4ാം ക്ലാസ്സിൽ വെച്ച് പ്രണയിച്ച് തുടങ്ങിയാൽ നമ്മൾ ഇവിടെ കല്യാണം കഴിക്കാതെ ഇനിയും പോവില്ല എന്നുള്ള മട്ടിലാണ് പ്രണയം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഇവളെ കെട്ടുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് പ്രണയം തുടങ്ങുന്നതെങ്കിൽ പുതിയ കാലത്തെ കുട്ടികൾ വിവാഹത്തെക്കുറിച്ചൊന്നും ആലോചിക്കുന്നതേ ഇല്ല. അപ്പോഴുള്ള നിമിഷങ്ങളാണ് അവരുടെ ജീവിതം. അപ്പോൾ നമ്മൾ മുതിർന്നവർ ഇങ്ങനെ ഇരുന്നിട്ട് ഇത് നൈമിഷിക സുഖമാണ്, ആസ്വാദനമാണ്, ഇത് കളഞ്ഞേച്ച് പോകാനുള്ളതാണ് എന്നൊക്കെ പറയുമെങ്കിൽ പോലും സജയ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതാത് നിമിഷത്തെ ആസ്വദിക്കുക എന്നത് തന്നെയാണ് പ്രണയത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരവസ്ഥ. അല്ലാതെ നാളെ ചെന്ന് വിവാഹത്തിൽ കലാശിച്ച് ദാമ്പത്യത്തിൽ ചെന്ന് കുട്ടികളുണ്ടായി തീർന്നാൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പ്രണയം തുടങ്ങുകയുള്ളൂ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. കോളേജിൽ പഠിക്കുന്ന 2 കുട്ടികൾക്ക് ഇഷ്ടമാവുമ്പോൾ അവർ പ്രണയിക്കട്ടെ. അവർക്കതൊരു ഒരു കവചമാവുന്നുണ്ടാവാം, ഒരു സുരക്ഷിതമാവുന്നുണ്ടാവാം, അവളുടെ ഏകാന്തതയ്ക്ക് അവൻ്റെ ഏകാന്തതയ്ക്ക് ഒരു കൂട്ടാവുന്നുണ്ടാവാം. അത്തരത്തിലുള്ള പ്രണയങ്ങൾ പുതിയ കാലത്ത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം ജാതിപത കൂട്ടായ്മകൾ എന്തൊക്കെ തിട്ടൂരമിറക്കിയാലും ഒരു മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവുന്ന തീഷ്ണമായ ഒരു വികാരമാണ് പ്രണയം എന്ന് പറയുന്നത്. അത് സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്നതല്ല. നിങ്ങളീ പറയുന്ന മറ്റേ സാധനം വിവാഹത്തെ മുൻനിർത്തിയുള്ള മുന്നാലോചനകളാണ്. ഇവൻ എൻ്റെ ജാതിയിൽപ്പെട്ട ആളാണ്, എൻ്റെ മതത്തിൽപ്പെട്ട ആളാണ്, എൻ്റെ മാതാപിതാക്കളുടെ സമ്മതം കിട്ടും, അല്ലെങ്കിൽ പണത്തിന് കുഴവൊന്നുമില്ല, സാമ്പത്തികമായി അന്തരമില്ല എന്നൊക്കെ പറയുന്നത് പ്രണയത്തിൻ്റെ സൂചകമല്ല. പ്രണയമെന്ന് പറയുന്നത് നമ്മൾ പോലും നമുക്കറിയാതെ നമ്മുടെ ഉള്ളിൽ അങ്കുരിക്കുന്ന ഒരു വികാരമായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ആളിനോട് പ്രണയിക്കണമെന്നോ പ്രണയം തോന്നണമെന്നോ നമുക്ക് പോലും തോന്നാത്ത ഒരു നിമിഷത്തിൽ ഉണ്ടാവുന്ന ഒന്നാണ് പ്രണയം എന്ന് പറയുന്നത്. അത് പുതിയ കുട്ടികളുടെ ഇടയിൽ വ്യാപകമായി സംഭവിക്കുന്നുണ്ട്. ഇവിടുത്തെ ഇത്തരമുള്ള തിട്ടൂരങ്ങളെ മുഴുവൻ അത് അട്ടിമറിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് എഴുതുന്നതിന് ഭീതി നേടേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ലോകത്തെ എല്ലാ എഴുത്തുകാരും എല്ലാ തരത്തിലുള്ള ഭീഷണികൾ നേരിടുമ്പോൾ ഇത് നേരിട്ടാലും നമ്മളതിനെ അതിജീവിച്ച് എഴുതുക തന്നെ വേണമെന്നുള്ളതാണ്. കാരണം നമ്മളുടെ മുമ്പിലുള്ള എല്ലാ കാലത്തും ഞാൻ എഴുത്തിനെക്കുറിച്ച് പറയുന്നത്, നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് നമ്മളെക്കാൾ മഹാന്മാരായ എഴുത്തുകാർ ലോകത്തെമ്പാടും ഇരുന്ന് ഇത്തരത്തിലുള്ള എല്ലാ അപകടങ്ങളെയും ഭീഷണികളെയും അതിജീവിച്ച് നമുക്ക് മനോഹരങ്ങളായ കൃതികൾ കൊണ്ടു തന്നു എന്നുള്ളതാണ്. ഓരോ എഴുത്തുകാരും പുതിയ കാലത്ത് അവരെയാണ് മുന്നോട്ട് കാണേണ്ടത്. തടവറകളിൽ നിന്ന്, കൊലനിലങ്ങളിൽ നിന്ന്, വെടിയുണ്ടകളുടെ മുന്നിൽ നിന്ന് അവരെഴുതുകയും അവർ ലോകത്തിൻ്റെ മുമ്പിൽ സനാതനമായ ചില സത്യങ്ങൾ വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. പ്രണയത്തെക്കുറിച്ച് പറയാൻ ഒരു എഴുത്തുകാരൻ വെടിയേറ്റ് മരിക്കുന്നുവെങ്കിൽ അതിനോളം മനോഹരമായ അനുഭവം വേറെ എന്തുണ്ട്? അതുകൊണ്ട് പ്രണയം എഴുതിയതിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്ന ഒരു എഴുത്തുകാരൻ ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് നല്ലതാണ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഏറ്റവും മനോഹരമായ ഒരു വികാരത്തെക്കുറിച്ച് എഴുതിയിട്ടാണല്ലോ അയാൾ മരിച്ചത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ബെന്യാമിൻ തലയിൽ തേങ്ങ വീണ് ചത്തു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വെടിയേറ്റ് മരിച്ചു എന്ന് പറയുന്നതാണെന്ന്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഭീഷണികളെയും നമ്മൾ ഭയക്കേണ്ടതില്ല. നമുക്ക് ചുറ്റും പ്രണയങ്ങൾ നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. ഞാൻ പ്രണയത്തെക്കുറിച്ച് എഴുതിയ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വരി കൂടി വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പുസ്തകങ്ങളിലെ പല പ്രണയങ്ങളെക്കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. പക്ഷേ ഞാൻ എഴുതിയതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു വരി വായിക്കുകയാണ്. പ്രണയം ഒരു വാൽനക്ഷത്രത്തെ പോലെയാണ്. ഒരു വ്യാഴവട്ടക്കാലം കൊണ്ട് പൂർത്തിയാക്കുന്ന സഞ്ചാരപഥമാണ് അതിനുള്ളത്. നഷ്ടപ്പെട്ടുകൊള്ളട്ടെ, വിദൂരങ്ങളിലേക്ക് അകന്നു പോയിക്കൊള്ളട്ടെ, വിസ്മൃതിയിൽ ആണ്ടുപോയിക്കൊള്ളട്ടെ. യഥാർത്ഥ പ്രണയമാണെങ്കിൽ നിശ്ചയമായും അത് നമ്മിലേക്ക് ഒരു ദിവസം മടങ്ങി വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ആർക്കെങ്കിലും പ്രണയം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അത് വിദൂരയിലേക്ക് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, സജയ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹാലിയുടെ വാൽനക്ഷത്രം പോലെ അതെപ്പോഴെങ്കിലും ഒരു ഘട്ടത്തിൽ തിരിച്ചു വരും. ചിലപ്പോൾ മകളെയും കൂട്ടി അടുത്ത് വന്നിട്ട് ഇതാണ് നിൻ്റെ ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും അത് നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഇനി ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യന് സമയമാണ്. നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് ചോദ്യങ്ങൾ ചുരുക്കി ചോദിച്ചാൽ കൂടുതൽ പേർക്ക് ചോദിക്കാം.
ബെന്യാമിൻ സാറിനോടാണ്. നമ്മൾ ഗിരീഷ് പുത്തഞ്ചേരി സാറ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നഷ്ടപ്രണയം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് പിന്നീട് ഞാൻ നല്ലൊരു പാട്ട് എഴുത്തുകാരനായി എന്ന്. ഇപ്പോൾ സാറ് പ്രണയത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഈ ഒരു വേദിയിലായിരിക്കും ബെന്യാമിൻ സാറ്. അപ്പോൾ ഒരു എഴുത്തുകാരനാവണമെങ്കിൽ നമുക്ക് പ്രണയത്തെക്കുറിച്ച് അല്ലെങ്കിൽ നഷ്ടപ്രണയം ഉണ്ടാവേണ്ട ഒരു അവസ്ഥയുണ്ടോ? ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം അദ്ദേഹത്തിനും നഷ്ടപ്രണയം ഉണ്ടായിരുന്നു. കേരളത്തിലെ ഏത് എഴുത്തുകാരെടുത്ത് നോക്കുകയാണെങ്കിലും ഈ ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു എഴുത്തുകാരനാവണമെങ്കിൽ ഒരു നഷ്ടപ്രണയം ഉണ്ടാവേണ്ടതുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു നഷ്ടബോധം നമ്മുടെ ഉള്ളിലുണ്ടാവണം. നിങ്ങളൊരു തികഞ്ഞ സംതൃപ്തനായ മനുഷ്യനാണ് എങ്കിൽ നിങ്ങൾക്കൊരു എഴുത്തുകാരനാവാൻ കഴിയില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അസംതൃപ്തികൾ നമ്മുടെ ഉള്ളിലുണ്ടാകണം, വേദനകൾ നമ്മുടെ ഉള്ളിലുണ്ടാവണം, നിരാശകൾ നമ്മുടെ ഉള്ളിലുണ്ടാവണം, ഭീതികൾ നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഈ സമൂഹത്തെ ഓർത്തുള്ള ആകുലതയിൽ നിന്ന്, സങ്കടത്തിൽ നിന്ന്, വ്യഥയിൽ നിന്ന്, വ്യക്തികളെ ഓർത്തുള്ള സങ്കടത്തിൽ നിന്നൊക്കെയാണ് നമ്മൾ രചനകളിലേക്ക് പോകുന്നത്. ഇതൊന്നുമല്ലാതെ നമ്മൾ സമ്പൂർണ്ണമായി സംതൃപ്തനായ ഒരു മനുഷ്യനാണ് എങ്കിൽ, നിങ്ങൾക്ക് വീട്ടിൽ ചെന്ന് 2 കഴിച്ച് വെച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ കഴിയുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു എഴുത്തും ഉണ്ടാവില്ല നിങ്ങളുടെ ഉള്ളിൽ നിന്ന്. അതല്ലാതെ നമ്മളെ ഉറക്കം കെടുത്തുന്ന എന്തോ ഒന്ന് നമ്മുടെ ഉള്ളിൽ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രണയം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രണയം നഷ്ടപ്പെട്ടവരിൽ ചിലരെങ്കിലും അത് മറികടക്കാനുള്ള ഒരു കാരണമെന്ന നിലയിലാണ്. പ്രണയത്തെക്കുറിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. പ്രണയം യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്നത്, എൻ്റെ കാഴ്ചപ്പാടാണ്, ഇവിടെ സ്ത്രീകൾ ധാരാളമുണ്ട്, അവൾക്ക് പറയാൻ അവൾക്ക് പറയാനുള്ളതൊക്കെ കേൾക്കാൻ ഒരു കാതു വേണം എന്നത് മാത്രമാണ് പ്രണയത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്നത്. അവളെ നിരന്തരം കേൾക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല കാമുകനായി തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പുരുഷന്മാർക്ക് വേണ്ടത് സത്യം പറഞ്ഞാൽ ഇത് ഇത്തിരി മനസ്സമാധാനമാണ്. അവൻ ജോലിയൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായി വന്ന് വീട്ടിലിരുന്ന് കുളിച്ചൊക്കെ ഇരിക്കുമ്പോൾ പയറിൻ്റെ കണക്കോ വരിയുടെ കണക്കോ ഒന്നും പറയാതെ ഇത്തിരി നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് പാട്ട് പാടിയൊക്കെ ഇരിക്കുന്നതാണ് അവൻ്റെയും പ്രണയമെന്ന് പറയുന്നത്. ഇതിനപ്പുറത്ത് വലിയ കാര്യമൊന്നുമില്ല ഈ പ്രണയമെന്ന് പറയുന്ന സാധനത്തിനകത്ത്. അതുകൊണ്ട് കാമുകന്മാരാവാൻ ശ്രമിക്കുന്നവരൊക്കെ നിങ്ങൾ നല്ല കേൾവിക്കാരാവുക. നിശ്ചയമായിട്ടും പ്രണയങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചോദ്യത്തിൻ്റെ ഉത്തരം നിശ്ചയമായിട്ടും നിങ്ങളുടെ ഉള്ളിൽ നിരാശയുടെ, സങ്കടത്തിൻ്റെ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടാകുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിലെ സർഗാത്മകത ഉണരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമസ്കാരം സർ, ഇവിടെ ബാക്കിലാണ്. സർ, എനിക്ക് ചോദിക്കാനുള്ളത്, കാലം എത്ര കഴിഞ്ഞു കഴിഞ്ഞാലും പ്രണയത്തിൻ്റെ നിറങ്ങളൊക്കെ എത്ര മാറിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് അബദ്ധങ്ങൾ പ്രണയത്തിൽ പറ്റാറുണ്ട്. ഇപ്പം നമ്മൾ പെൺകുട്ടികളെ എടുത്താലും ആൺകുട്ടികളെ എടുത്താലും ഈക്വലായിട്ട് രണ്ടുപേരും അബദ്ധ പ്രണയങ്ങളിൽ പെട്ടുപോകുന്നത് പലപ്പോഴും ഇന്നത്തെ ഒരു യുഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഞാനതിൽ നിന്നും മനസ്സിലാക്കുന്ന ഒരു ചെറിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ തുറന്ന് പറയാനുള്ളൊരു ഇടം ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ ആ അബദ്ധത്തിൽ എത്തിച്ചെന്ന് പെടുന്നതാവാം. അപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പം നമുക്കൊരു പ്രണയം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും പേടിക്കാറുണ്ട്. ഞാനടക്കമുള്ള എല്ലാ പെൺകുട്ടികൾക്കും ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമത്. ഇങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ വീട്ടിൽ പറയും, എങ്ങനെ ഞാനത് എത്തിക്കും എന്നൊക്കെയുള്ളൊരു ഡൗട്ടായിരിക്കും. അപ്പം നമ്മുടെ വീടുകളിൽ അങ്ങനെ എന്തും തുറന്ന് പറയാനുള്ളൊരു ഇടം, അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് തിരിഞ്ഞോടി ഒളിക്കാനുള്ള ഒരു സേഫസ്റ്റ് പ്ലേസ് ഇസ് മൈ ഹോം എന്നുള്ളൊരു നിലയിൽ നമ്മുടെ വീടുകളും മാതാപിതാക്കളും മാറിക്കഴിഞ്ഞാൽ ഈ ഉണ്ടാകുന്ന അബദ്ധങ്ങളിലൊക്കെ എന്തെങ്കിലും കുറവുണ്ടാവുമോ? തീർച്ചയായിട്ടും ഞാനതാ പറഞ്ഞത്. ഒരു പ്രണയം 17-ാം വയസ്സിൽ 18-ാം വയസ്സിൽ ഒരു കുട്ടിക്ക് ഉണ്ടാവുന്നതിൻ്റെ ഒരു കാരണങ്ങളിലൊന്ന് അവളെയോ അവനെയോ കേൾക്കാൻ ഒരാൾ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ആ കേൾക്കാനുള്ള അന്തരീക്ഷം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ചിലപ്പോൾ അത്തരത്തിലുള്ള ഒരു തെറ്റായ പ്രണയത്തിലേക്ക് ചെന്നു വീഴില്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. നമുക്ക് കുട്ടികൾക്ക് അത്തരത്തിലുള്ള ഒരു അവസരം ഉണ്ടാവണം. ഇപ്പം ഞാൻ വിവാഹേതര സൗഹൃദങ്ങളെക്കുറിച്ച് സംസാരിച്ചല്ലോ. നമ്മുടെ ദാമ്പത്യത്തിൽ ആത്മഹത്യ ചെയ്യുന്ന എത്രയോ പെൺകുട്ടികളെ കഥകൾ നമ്മൾ കേൾക്കുകയാണ്. അവർക്ക് അങ്ങനെ തുറന്നു പറയാനൊരു സൗഹൃദം ഉണ്ടായിരുന്നെങ്കിൽ ദാമ്പത്യത്തിന് പുറത്ത് ഇത് ഭർത്താവാണ്, ജീവിതത്തിൻ്റെ സർവ്വവും, അയാൾ സർവ്വസ്വരൂപിയായ മനുഷ്യനാണ്, അയാൾ ദേവതനാണ്, കുന്തമാണ്, കുറച്ചൊക്കെയാണ്, അയാൾ അറിവിൻ്റെ നിറകുടമാണ് എന്നൊക്കെ വിശ്വസിച്ച് ഒരു മനുഷ്യൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയാൽ എങ്ങനെ ജീവിക്കാൻ കഴിയും? നമുക്ക് അതർ സോഴ്സസ് ഉണ്ടാവണം.
അവൾക്ക് ഒരു ഭർത്താവിൽ നിന്ന് പോലും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോലും ഒരു പ്രശ്നമുണ്ടായാൽ പറയാൻ കഴിയുന്ന ഒരു സൗഹൃദം പോലും ഇല്ലാത്ത തരത്തിലേക്ക് നമ്മൾ എത്ര സങ്കുചിതരായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഭർത്താവിൽ നിന്ന് പീഡനം ഏൽക്കുന്നു, ഇത് ആളോട് വീട്ടിൽ പോലും ചെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണ് ആ പെൺകുട്ടിയെങ്കിൽ പിന്നെ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുകയല്ലാതെ എന്ത് ചെയ്യും? ഇപ്പോൾ വീട് നിശ്ചയമായിട്ടും വലിയൊരു ആശ്വാസത്തിൻ്റെ കേന്ദ്രമാവേണ്ടതുണ്ട്. മാതാപിതാക്കൾ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി പ്രണയത്തിലേക്ക് പോയാൽ ജീവിതം തന്നെ തകർന്നു എന്ന മട്ടിലേക്കുള്ള വിചാരങ്ങളാണ് യഥാർത്ഥത്തിൽ അവരെ തെറ്റായ പ്രണയങ്ങളിൽ ചെന്ന് വീഴ്ത്തിക്കുന്നത് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ആരോഗ്യമുള്ള പ്രണയങ്ങൾ, ഇപ്പോൾ മുല്ലപ്പൂ നിറമുള്ള പയറുകളിലെ ഒരു പാകിസ്ഥാനി കഥാപാത്രം തൻ്റെ പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് പോലെ നമ്മുടെ വീടിൻ്റെ ചുറ്റും ഇങ്ങനെ ആൺകുട്ടികൾ വട്ടമിട്ട് നടന്നുകൊണ്ടേയിരിക്കും, നീ അവരിൽ ആരെയും ഉടനെ സ്വീകരിക്കരുത്, നമ്മൾ ഏറ്റവും അനുയോജ്യനായ ആൾ വരുന്നതുവരെ നമുക്ക് പ്രണയത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള സന്മനസ് ഉണ്ടാവണമെന്ന് പറയുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ വേവ് ലെങ്തുമായി അടുത്തു പോകുന്ന ഒരാളെ കണ്ടെത്തുന്നതുവരെ നിങ്ങളൊരു പ്രണയത്തിൽ വീഴരുത് എന്നാണ് പുതിയ കുട്ടികളോട് എനിക്ക് പറയാൻ കഴിയുന്നത്. നമുക്ക് പെട്ടെന്ന് തോന്നും ഇതാണ് നമ്മുടെ വേവ് ലെങ്തിലുള്ള ആളെന്ന്. അങ്ങനെയല്ല, വളരെ ടോക്സിക്കായ മനുഷ്യർ നമുക്കപ്പുറത്തുണ്ട് എന്ന് ഒരു ചിന്ത വേണം. ഞാനൊരു പ്രണയകഥ കൂടി പറഞ്ഞുകൊണ്ട് 1 മിനിറ്റിനുള്ളിൽ ഇത് അവസാനിക്കും. ഇത് ലാസ്റ്റ് സെഷൻ ആയതുകൊണ്ട് 1 സെക്കൻഡ് കൂടി തീർന്നു പോയാൽ കുഴപ്പമില്ല എന്ന് ഞാൻ കരുതുകയാണ്. എൻ്റെ പ്രണയകഥയല്ല, ഞാൻ ഈ കോഴിക്കോടിൻ്റെ ഈ മണ്ണിൽ വെച്ച് അനുഭവിച്ച ഒരു കഥ ഞാൻ പറയാം. 2011-12 കാലത്ത് ഒരു പെൺകുട്ടി എന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്നു. അവൾ നല്ല വായനക്കാരിയായ കുട്ടിയാണ്. ആടുജീവിതവും മഞ്ഞവിൽ മരണങ്ങളും ഒക്കെ വായിച്ചിട്ട് എന്നെ കാണാൻ വേണ്ടി വരികയാണ്. ഞാൻ കോഴിക്കോട് വന്ന സമയത്ത് എന്നെ കാണാൻ വേണ്ടി വന്നു. അവളുടെ കൂടെ അവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ നിക്കാഹ് കഴിഞ്ഞ ആൺകുട്ടിയുമുണ്ട്. അവർ 2 പേരും കൂടിയാണ് വന്നത്. ഞങ്ങൾ 3 പേരും കൂടി ഈ കടൽ തീരത്തു കൂടി കുറേ നേരം നടന്നു വന്നു. മഴയുള്ള ദിവസമായിരുന്നു. മഴയൊക്കെ കുറേ കൊണ്ടു. ഞങ്ങൾ 3 പേരും കൂടി ഒരു കുടക്കീഴിൽ നടന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ അടുത്തുള്ളൊരു കടയിൽ ചെന്നിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി എൻ്റെ കുറേ പുസ്തകങ്ങൾ എടുത്തിട്ട് തന്ന് ഇതിനകത്ത് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, സൈൻ ചെയ്യുന്നതിന് മുമ്പ് ചോദിച്ചു ആരുടെ പേരിലാണ് സൈൻ ചെയ്യേണ്ടത്. അപ്പോൾ അവൻ പറഞ്ഞു ഇവളുടെ പേരിലാണ് ഒപ്പിട്ട് കൊടുക്കേണ്ടത്, കാരണം ഇവളാണല്ലോ വലിയ വായനക്കാരി, ഞാൻ ഇവളെ കൂട്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തെറ്റായിട്ട് അങ്ങനെ ഞാൻ പുസ്തകത്തിലെല്ലാം സൈൻ ചെയ്ത് കൊടുത്തിട്ട് അവർ 2 പേരും മടങ്ങിപ്പോയി. അതിനു മുമ്പ് ആ കുട്ടി സ്ഥിരമായി, അന്ന് ഈ വാട്സപ്പ് ഒന്നുമില്ലാത്ത കാലത്താണ്, മെയിലൊക്കെ അയക്കും, സ്ഥിരമായി നമ്മളുമായി ബന്ധം പുലർത്തിക്കൊണ്ടിരുന്ന ആൾ പിന്നെ അന്ന് മുതൽ ഒരു ബന്ധവുമില്ല. ഞാൻ വിചാരിച്ച് സ്വാഭാവികമായിട്ടും ചിലർക്ക് നമ്മളെ കാണുമ്പോൾ കാണുന്നത് വരെ ഒരു കൗതുകവും കണ്ടു കഴിയുമ്പോൾ ഒരു ഇതൊക്കെ ആവും, ശരി കണ്ടു, പുസ്തകത്തിനൊപ്പ് മേടിച്ചു പോയി എന്നതാണല്ലോ എന്ന്. 2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അവൾ എന്നെ ഫോണിൽ വിളിച്ചു. ഞാൻ ചോദിച്ചു എവിടെയായിരുന്നു ഇത്ര കാലം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാർ ജീവിതത്തിൽ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അന്ന് സാർ കണ്ട ആ വിവാഹം പിന്നെ നടന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അത് സാറിനെ കണ്ടിട്ട് തിരിച്ചു പോകുന്ന ആ നിമിഷം ഞങ്ങൾ വീട്ടിലെത്തുന്നത് വരെ അടിയായിരുന്നു, വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു എന്താണ് കാരണം? അത് ഞാൻ സാറ് ചോദിച്ചല്ലോ ഈ കത്തിൽ ബുക്കിൽ ഒപ്പിടുന്നത് ആരുടെ പേരിൽ വേണമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു അവളുടെ പേരിൽ ഒപ്പിടാൻ. അവൻ വീട്ടിൽ ചെല്ലുന്നത് വരെ വഴക്കായിരുന്നു, നീ എന്തുകൊണ്ട് എൻ്റെ പേര് പറഞ്ഞില്ല, അപ്പം നിനക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് അതങ്ങനെ പറയാതിരുന്നത് എന്ന്. അങ്ങനെ വഴക്കടിച്ച് വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ ഞാൻ തീരുമാനിച്ചു ഈ വിവാഹം ഇനി തുടർന്നു കൊണ്ടുപോകാൻ കഴിയില്ല. ഇത്തരത്തിൽ ടോക്സിക്കായ ഒരു മനുഷ്യനോടൊപ്പം ജീവിക്കുക അസാധ്യമാണ് എന്നതുകൊണ്ട് നിക്കാഹ് കഴിഞ്ഞ ആ പെൺകുട്ടി വീട്ടുകാരോട് പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറി. അങ്ങനെ 2 വർഷക്കാലം ഞാൻ നിശബ്ദതയിൽ ജീവിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇവളെ പ്രണയിച്ച് ക്ലാസ്സിൻ്റെ പിന്നാലെ നടന്ന് പ്രണയിച്ച് കൂടെ കൂട്ടിയ ആളാണ്. അപ്പോൾ നിങ്ങൾ കാണുന്ന ഇഷ്ടങ്ങളെല്ലാം നിങ്ങളോടുള്ള സമ്പൂർണ്ണമായ ഇഷ്ടങ്ങൾ മാത്രമല്ല എന്ന്, നിങ്ങളുടെ സ്വാതന്ത്ര്യങ്ങൾ അനുവദിക്കുന്ന ഒരു ഇഷ്ടത്തിലേക്കാണ് നമുക്ക് പോകേണ്ടതെന്ന്, നിങ്ങളുടെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്ന ഒരിടത്തേക്കാണ് നമ്മൾ പോകേണ്ടത് എന്ന്. അല്ലാതെ ഒരാൾ നിറയെ പ്രണയം തരുന്നത് അയാൾ സംശയരോഗിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം നരകതുല്യമായി തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ വളരെ സൂക്ഷിച്ച് മാത്രം തിരഞ്ഞെടുക്കേണ്ട ഒന്നുകൂടിയാണ് പ്രണയം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും പ്രണയ ആശംസകൾ. നമ്മളുടെ അവസാനത്തെ സെഷനാണ് ഇത്. നമ്മളുടെ KLF 2025 ഇവിടെ തീരുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നിറഞ്ഞ പ്രണയമുള്ളവരായി നമുക്ക് മുന്നോട്ട് പോകാമെന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത വർഷം പുതിയ പ്രണയവുമായി കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ഇത്രയും നേരം ഈ വിഷയം എഴുത്തിലും ജീവിതത്തിലും ഒക്കെ ഉള്ള പ്രണയത്തെ വളരെ രസകരമായി പറഞ്ഞ 3 പേരോടും സ്നേഹം. ഇത്രയും നേരം കേട്ടിരുന്ന നിങ്ങൾക്കും താങ്ക് യു.